Good morning everyone. Welcome to Adda247 Malayalam channel. അതുപോലെ welcome to Bankers Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. Welcome to the Individual analysis of 28th August 2023. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഹിൻഡിവിഡ്യൂളിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വൊക്കാബുലറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെഗുലറായ സെഷനാണ്, എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ഉള്ള സെഷനാണ് നമ്മൾ വൊക്കാബുലറി ഡിസ്കസ് ചെയ്യാനുള്ള സെഷൻ ആൻഡ് റീഡിംഗ് എബിലിറ്റി, അതുപോലെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ഫോക്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്, ഓൾ ഇൻ വൺ സെഷനാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ കോട്ട് ഇതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ കോട്ട്. നോ വൺ ക്യാൻ വിസിൽ എ സിംഫണി. ഒരു സിംഫണി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരാൾക്ക് വിസിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, അല്ലേ? ഇറ്റ് ടേക്സ് എ ഹോൾ ഓർക്കസ്ട്ര ടു പ്ലേ ഇറ്റ്. അപ്പോൾ അവിടെ ടീം വർക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്കറിയാം, നമ്മൾ ഒറ്റയ്ക്ക് നോക്കിയ കാര്യങ്ങൾ സെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വി നീഡ് എ ടീം ടു വർക്ക് വിത്ത്, അല്ലേ? നമുക്കൊരു ടീമിൻ്റെ ആവശ്യമുണ്ട്. ആ ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ നമ്മളൊരു ഗെയിമൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ടീം വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാൽ നമുക്ക് ഭയങ്കര നിർബന്ധമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, അല്ലേ? ടു ട്രസ്റ്റ് ഈച്ച് അതർ, ആ ഒരു കാര്യമൊക്കെ. ടു ട്രസ്റ്റ് വൺ അനദർ, എല്ലാവരെയും ഇപ്പോൾ വലിയൊരു ടീമൊക്കെ ആകുമ്പോൾ ട്രസ്റ്റ് വൺ അനദർ, രണ്ടുപേരൊക്കെ ആകുമ്പോൾ ട്രസ്റ്റ് ഈച്ച് അതർ, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫിൽ ഒരു പോയിന്റിൽ നമ്മളെപ്പോഴും എന്താ പറയുക, എത്തിച്ചേരുമ്പോൾ നമുക്ക് ടീം വർക്ക് ആവശ്യമുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിംസും അതുപോലെ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ടീം വർക്ക് റിക്വയർ ചെയ്യുന്ന വർക്കും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇന്നത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ അല്ല, ഇന്നത്തെ നമ്മുടെ ചിന്ത. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഒരു ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിൾ US ഓപ്പണിനെ പറ്റിയ ഒരു ആർട്ടിക്കിളാണ്, സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. നമ്മൾ സാധാരണ സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിലെ പോയിന്റേഴ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ദ പർപ്പസ് ഓഫ് കറണ്ട് അഫയേഴ്സിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് ഒരുപാട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ ഇന്ത്യ അതുപോലെ ചൈനയുടെ ബൈലാറ്ററൽ ടോക്സിനെ പറ്റിയാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഫോർ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും. അതുകൊണ്ട് നമുക്ക് അതിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് എന്താണ് ഇന്ത്യ ആൻഡ് ചൈന ബൈലാറ്ററൽ ടോക്സിനെ പറ്റി പറയുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമസ്കാരം വൺസ് അഗൈൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? വേഗം നമുക്ക് താമസിപ്പിക്കാതെ നമുക്ക് നേരെ ആർട്ടിക്കിൾ ആൻഡ് വൊക്കാബിലോട്ട് പോകാം. സോ ആദ്യം നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് നോക്കും. എന്നിട്ട് നമ്മുടെ സിനോണിംസ്, ആന്റണിംസ് റിലേറ്റഡ് വേർഡ്സ് ആണ്. അതിനുശേഷം നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് സ്പോട്ട് ഹോംവർക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും, കഴിഞ്ഞ ദിവസത്തെ. ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് കൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇന്നത്തെ ഹോംവർക്ക് തരും. അപ്പോൾ നമുക്ക് നേരെ പോകാം. നമ്മുടെ ആപ്പിൽ ഡെയിലി ക്വിസസ് ഉണ്ട്. ഇപ്പം വൊക്കാബുലറി ക്വിസസ് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സിൻ്റെ ആയിക്കോട്ടെ, സബ്ജക്ട് വൈസ് ആൻഡ് എക്സാം വൈസ് ക്വിസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഒരു റെഗുലർ ബേസിസ് തന്നെ നിങ്ങളത് ഡെയിലി ബേസിസ് തന്നെ 5 മിനിറ്റ് എടുക്കുള്ള ഒരു ക്വിസൊക്കെ അറ്റൻഡ് ചെയ്യാൻ, അത് കൂടുതലില്ല. അപ്പോൾ പരമാവധി ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. നിങ്ങളുടെ ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എങ്ങനെയുണ്ട്, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊന്ന് അനലൈസ് ചെയ്ത് പോകട്ടെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്തുകൊണ്ടിരുന്ന സെൽഫ് വാല്യൂഷൻ നടത്തുന്ന പരിപാടി. അപ്പോൾ അതുപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡയറക്റ്റ് ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ചോദിച്ചാൽ കേട്ടോ. ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ്, കേരള എക്സാംസ് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സിലോട്ട് പോകാം. അപ്പം ഇന്നത്തെ ആദ്യത്തെ ഫ്രേസൽ വേർബ് ഇതാണ്, കം അവേ. കം അവേ, ഗോ അവേ എന്ന് പറഞ്ഞാൽ പോവുക, തിരിച്ചു പോവുക എന്നൊക്കെ അർത്ഥത്തിലാണ്. കം അവേ എന്ന് പറഞ്ഞാൽ ബി സെപ്പറേറ്റഡ് ആയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് കം അവേ. ഇപ്പം നമ്മൾ വണ്ടിയിലൊക്കെ ഇപ്പോൾ ചില സമയത്ത് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ വണ്ടിയുടെ സീറ്റൊക്കെ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന കാണൂലേ? KSRTCയിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ജീപ്പിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില വണ്ടികളുടെ ഒക്കെ കുറേ ലോങ് ഓട്ടോ ഒക്കെ ഓടിക്കഴിഞ്ഞിട്ട് വരുമ്പോൾ വണ്ടികളിൽ കുറേ ഡാമേജ് ഒക്കെ വരുമ്പോൾ സീറ്റൊക്കെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നതാണ്. ദ സീറ്റിൻ്റെ കവർ ഹാസ് കം അവേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ആ ഒരു യൂസേജ് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. കം അവേ എന്ന യൂസേജ് അർത്ഥം ഇതാണ്, ബി സെപ്പറേറ്റഡ് എന്നാണ് കം അവേ എന്ന വാക്കിന്റെ അർത്ഥം. ബി സെപ്പറേറ്റഡ്. ഓക്കെ, എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഇട്ടേ. എന്താണ് ഒരു ഉഷാറില്ലാത്തത്? ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഇടാട്ടോ. ഭയങ്കര ഉഴപ്പാണല്ലോ ഈയിടെയായിട്ട്. അടുത്ത് നോക്കിയേ, ബെയർ സംതിങ് ഇൻ മൈൻഡ്. ബെയർ സംതിങ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലൊന്ന് വെച്ചേക്കും കേട്ടോ. ഇങ്ങനൊരു കാര്യം മനസ്സിൽ വെച്ചോണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ബെയർ ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ, ബെയർ സംതിങ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട്. ഇന്ന കാര്യം മുഖവരയ്ക്ക് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്, അങ്ങനെയാണ്. അപ്പോൾ ബെയർ സംതിങ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട്, അതാണ് ബെയർ സംതിങ് ഇൻ മൈൻഡ് കേട്ടോ. അപ്പോൾ ബെയർ ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓർത്താൽ മതി, ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്നർത്ഥം. സെയിം മീനിങ് ആണ്, ഓർത്ത് വെച്ചോളാം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് ടേൺ ഡൗൺ ചെയ്യാം. നമുക്ക് ചില സമയത്ത് നമ്മളോട് നേരെ നമ്മളോട് ഫ്രേസൽ വെർബ് ചോദിച്ചിട്ട് അതിൻ്റെ മീനിങ് ആയിരിക്കും ചോദിക്കാം. എന്നാൽ ചില സമയത്ത് ആ വെർബിൻ്റെ മീനിങ് ചോദിച്ചു, ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്തിട്ട് ഈ മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്ന് ചോദിക്കാം.
അപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ചോദിക്കാം ഫ്രേസൽ വേർബ്, അതല്ലാതെ ഈ പറഞ്ഞ പോലെ വേർഡ് തന്നിട്ട് ആ വേർഡിൻ്റെ സെയിം മീനിങ് വരുന്ന ഫ്രേസൽ വേർബ് ഏതാണെന്നുള്ള സിനോണിമസ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ് ആണെന്ന് ചോദിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇന്ന ഫ്രേസ് തന്നിട്ട് ആ ഫ്രേസിനെ മറ്റൊരു ഫ്രേസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ വേറെ സംതിങ് ഇൻ മൈൻഡ് തന്നിട്ട് വേറെ കുറച്ച് ഫ്രേസുകൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണം ഏത് ഫ്രേസ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് കറക്റ്റ് ആകും എന്നുള്ളത്. അതുപോലെ തന്നെ ഈ റിജക്റ്റ് ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, PSC തന്നെ ഒരു തവണ ചോദിച്ചിട്ടുള്ള റിജക്റ്റ് എന്ന വാക്കും അതേപോലെ വേറൊരു വാക്കും റെഡ്യൂസ് എന്ന വാക്കും 2 സെന്റൻസ് തന്നിട്ട് ഈ 2 സെന്റൻസിൻ്റെ ഒരുപോലെ 2 വേർഡ്സിന് ഒരുപോലെ സൂട്ടബിൾ ആകുന്ന റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസൽ വേർബ് ഏതാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, ടേൺ ഡൗൺ എന്ന മീനിങ് വന്നിട്ട്. അപ്പോൾ റിമെമ്പർ ദാറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കോമണുമാണ്, അതുകൊണ്ട് അത് പഠിച്ചു വെച്ചോളാം. അപ്പോൾ അടുത്തതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ടേൺ ഡൗൺ ആണ് റെഡ്യൂസ് ചെയ്യുക. ഒന്ന് ടേൺ ഡൗൺ ദ വോളിയം ഒക്കെ പറയില്ലേ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച്, അപ്പോൾ ടേൺ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക എന്നൊരർത്ഥത്തിൽ പറയാം നമുക്ക്. അതല്ലാതെ ടേൺ ഡൗൺ ഒറ്റ അർത്ഥമുണ്ട്, ഹി ടേൺ ഡൗൺ മൈ പ്രപ്പോസൽ, എൻ്റെ പ്രപ്പോസൽ അവൻ ടേൺ ഡൗൺ ചെയ്തു, അവൻ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ടേൺ ഡൗണിന് റിജക്റ്റ് എന്നൊരർത്ഥമുണ്ട്, അതുപോലെ റിഡ്യൂസ് എന്നൊരർത്ഥമുണ്ട്. 2 കോണ്ടെക്സ്റ്റിലാണ്, രണ്ടും 2 കോണ്ടെക്സ്റ്റിലാണ്. ടേൺ ഡൗൺ ദ വോളിയം, ടേൺ ഡൗൺ ദി വോളിയം അത് തന്നെ റെഡ്യൂസ് ചെയ്യുന്ന അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ അതേ സമയത്ത് നമ്മൾ ടേൺ ഡൗൺ ചെയ്തു എന്നൊക്കെ പറയില്ലേ, ലൈക്ക് ആർ യു ഗോയിങ് ടു ടേൺ ഡൗൺ ദിസ് ഓഫർ എന്ന് ചോദിച്ചാൽ നീ ഓഫർ റിജക്റ്റ് ചെയ്യാൻ പോകണോ എന്നർത്ഥത്തിൽ. സോ കോണ്ടെക്സ്റ്റ് ഡിഫറൻസ് ഉണ്ട്, അത് ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടും. അടുത്താണ് ഹിഞ്ച് ഓൺ എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ട്, പല വേർഡ്സ് ഉണ്ട്, നോട്ട് മീനിങ്, പല ഫ്രേസസ് ഉണ്ട്. നമ്മൾ പറയാറുള്ള ബാങ്ക് ഓൺ, റിലൈ ഓൺ, ഡിപ്പെൻഡ് ഓൺ, അതൊക്കെ ഹിഞ്ച് ഓണിൻ്റെ സിനോണിംസ് ആണ്. അപ്പോൾ ഓർക്ക് ഹിഞ്ച് ഓൺ കുറച്ചുകൂടെ ഒരു ഇതുണ്ട്, ഇൻറ്റൻസിറ്റി കൂടുതല. അതായത് ഹിഞ്ച് ഓൺ സംതിങ് ഓർ സംബഡി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ സംതിങ് കംപ്ലീറ്റ്ലി. മൊത്തത്തിലങ്ങ് നമ്മൾ ഒരാളെ ആശ്രയിക്കുക, ഒരു വ്യക്തിയെ ആശ്രയിക്കുക, ഓർ കാര്യത്തെ ആശ്രയിക്കുക, അതിനാണ് ഹിഞ്ച് ഓൺ എന്ന് പറയാം. കംപ്ലീറ്റ്ലി നമ്മളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു കാര്യത്തിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ് നമുക്ക് എന്ത് പറയാം, ഹിഞ്ച് ഓൺ ചെയ്യാന്ന് പറയാം. സോ ഹിഞ്ച് ഓൺ ഇസ് സംതിങ് വെരി കുറച്ചുകൂടെ ഒരു ഇതാണ്, ഇൻറ്റൻസീവ് ആണ്, സംതിങ് ദാറ്റ് ഈസ് ഇൻറ്റൻസീവ്, അത്ര മാത്രം ഓർത്താൽ മതി. അപ്പം ഹിഞ്ച് ഓണിന് ഡിപ്പെൻഡ് ഓൺ എന്നാണ് അർത്ഥം, സെയിം മീനിങ് ആണ് റിലൈ ഓൺ, അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് ഓൺ ഒക്കെ. പക്ഷേ ഹിഞ്ച് ഓൺ എന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരാളിൽ ആശ്രയിക്കുകയോ ഒരു കാര്യത്തിൽ ആശ്രയിക്കുകയോ ചെയ്താൽ നമുക്ക് പറയും ഹിഞ്ച് ഓൺ എന്ന് പറയാം കേട്ടോ, ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് വാട്ട് ഹിഞ്ച് ഓൺ ഇസ്. അടുത്തത് സ്റ്റേറ്റസ് കോ. എന്താണ് സ്റ്റേറ്റസ് കോ? ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുള്ള ലാറ്റിൻ ഫ്രേസ് ആണ്, അല്ലെ, ഫോറിൻ ഫ്രേസ് ആണ് സ്റ്റേറ്റസ് കോ. സ്റ്റേറ്റസ് കോ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ, അതിനെയാണ് എന്ത് പറയുക, സ്റ്റേറ്റസ് കോ എന്ന് പറയുക. സോ റിമെമ്പർ സ്റ്റേറ്റസ് കോ, അത് വളരെ കോമൺ ആയിട്ട് എക്സ്പ്രഷൻ ആണ്, ആദ്യമായിട്ടല്ല, നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്തത് ലുക്ക് ടു സംതിങ്, കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കുമല്ലോ. ലുക്ക് ടു സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേ അറ്റൻഷൻ ടു സംതിങ്, ശ്രദ്ധിക്കുക, ഒരു കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കുക, അതിനാണ് ലുക്ക് ടു സംതിങ് എന്ന് പറയുക. ലെറ്റ് മീ ലുക്ക് ടു ദ മാറ്റർ, ഞാൻ ആ മാറ്റർ ലെറ്റ് മീ ലുക്ക് ടു ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ, ഞാൻ ഒന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പറയാം കേട്ടോ. സോ അതിനെ ലുക്ക് ടു എന്ന് പറയും, പേ അറ്റൻഷൻ ടു സംതിങ് എന്നാണ് ലുക്ക് ടുൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ലുക്ക് ടു സംതിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലുക്ക് ഒരുപാടുണ്ട്, ലുക്ക് ഫോർ സംതിങ്, സെർച്ച് ചെയ്യുക അല്ലെ, ലുക്ക് ടു സംതിങ് പറയാം. ലുക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുക, ഡിക്ഷണറിയോ അല്ലെ ബുക്സോ അല്ലെ ഇൻ്റർനെറ്റോ ലൈബ്രറിയിലോ ഒക്കെ റെഫർ ചെയ്യുന്നതിന് നമ്മൾ ലുക്ക് അപ്പ് പറയും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫീൽഡ് ഓഫീസർ പോസ്റ്റിൽ വന്ന ക്വസ്റ്റനിൽ ഫ്രേസ് ലുക്കപ്പ് പോകുന്നായിരുന്നു. അതുപോലെ ലുക്ക് ഡൗൺ ഓൺ സമ്മൺ, ഭയങ്കര ഒരാളെ ഇൻഫീരിയർ ആയിട്ട് കണക്കാക്കുക അല്ലേ, അത് പറയാം. അങ്ങനെ മീനിങ്ങുകളുണ്ട്, അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. ദാറ്റ്സ് ഇസ് ലുക്ക് വെച്ചിട്ട് ഒരുപാട് ഫ്രേസൽ വേർബ് ഉണ്ട്, പലതിനും പല മീനിങ് ആണ്, തെറ്റാതെ ഓർത്ത് വെച്ചോളാം. ഓക്കെ, അടുത്ത് നോക്കിക്കേ, പ്ലസൻട്രി എന്ന് പറഞ്ഞാൽ ആൻ അഗ്രിയബിൾ അല്ലെങ്കിൽ അമ്യൂസിങ് റിമാർക്ക് ഓഫൺ മെയ്ഡ് ടു ബി പൊളൈറ്റ്. നമുക്കിപ്പോൾ കുറച്ച് പൊളൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി വളരെ ഫോർമലായിട്ട് ഒരു ഒക്കേഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചിരിയോ ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡോ അല്ലെങ്കിൽ എന്താണ് ഒരു സംസാരം, ജസ്റ്റ് ഒരു വാക്കൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ, ഒരു കോൺവെർസേഷനിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു ഹാൻഡ് ഷേക്കിലൂടെയോ അല്ലെങ്കിൽ ഒരു തലയാട്ടലിലൂടെയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ എന്തെങ്കിലും ഒരു ചെറിയൊരു റിമാർക്ക്, an amusing or agreeable remark often made to be polite. രണ്ട് ആൾക്കാർ തമ്മിലോ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലോ ഒക്കെ നമ്മൾ പൊളൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ചില ഔപചാരികമായ കുറച്ച് രീതികളുണ്ടല്ലോ, അതിനാണ് പ്ലസൻട്രി എന്ന് പറയുക. ആ റിമാർക്കിനാണ് പ്ലസൻട്രി എന്ന് പറയുക കേട്ടോ. സോ റിമെമ്പർ ദാറ്റ് പ്ലസൻട്രി എന്ന വാക്കിന് അർത്ഥം ഈ പറയുന്ന നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു, ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ 2020 ബാലി വെച്ചിട്ട് ഇത് നടന്നില്ലേ, ബാലിയിലെ അഗ്രിമെന്റ് നടന്നില്ലേ, നമ്മുടെ G20 വന്നില്ലേ, ആ സമയത്ത്
മോദിജിയും അതുപോലെ തന്നെ നമ്മുടെ ഷീ ജിൻപിങ്ങും ജസ്റ്റ് ഒരു പ്ലസൻട്രി വെച്ച് കൊടുത്തിട്ട് ഒരു പൊളൈറ്റ് റിമാർക്കിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒരു നോട്ടത്തിലൂടെ അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ്സിലൂടെ എല്ലാവരും കാണിക്കാൻ വേണ്ടി ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തില്ലേ, അങ്ങനെ പോയെന്ന് നമ്മളന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ജസ്റ്റ് പ്ലസൻട്രി എന്നർത്ഥം, അതാണ് പ്ലസൻട്രി കേട്ടോ. അപ്പോൾ പ്ലസൻട്രി എന്ന വാക്ക് പ്ലസൻട്രി പെസൻട്രി ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് ഒന്ന് പ്ലസൻട്രി ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞത്. പെസൻട്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, പെസൻട്രി വർക്കേഴ്സ് ഇല്ലേ, പെസൻട്രി പ്ലൂറൽ നൗൺ ആണ് പെസൻട്രി. പെസൻട്രി കേട്ടോ, പ്ലൂറൽ നൗൺ ആണ്. അർത്ഥം ഇതാണ്, വർക്കേഴ്സ് അല്ലേ, നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികളില്ലേ, വർക്കേഴ്സ് ഇല്ലേ, അവരെ നമ്മൾ പറയുന്നവരാണ് പെസൻട്രി കേട്ടോ. സിംഗുലർ അല്ല, പ്ലൂറലാണ് സാധനം, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് നമ്മൾ ഇട്ട് കൊടുക്കും. പ്ലസൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്, സ്പെല്ലിംഗ് മാറിപ്പോതാന്ന് വിചാരിക്കേണ്ട. പ്ലസൻട്രി സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് പെസൻട്രി സംതിങ് ഡിഫറെൻറ്റ് ഓർത്ത് വെച്ചോണം. അപ്പോൾ പെസൻട്രി എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ എന്നാണ്. പ്ലസൻട്രി എന്ന് പറഞ്ഞാൽ an agreeable remark അല്ലെങ്കിൽ an amusing remark often made to be polite ആവാൻ വേണ്ടി ഒരു ചെറിയൊരു റിമാർക്ക്. ഓക്കെ, ആ റിമാർക്ക് ഞാൻ പിന്നെ പറയുന്നുണ്ട്. അതൊരു ഹാൻഡ് ഷേക്ക് ആകാം, ഒരു നോട്ടമാകാം അല്ലേ, ഒരു ജസ്റ്റ് ഒരു എന്താണ് തലയാട്ടിലാവാം, എന്തുവാ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. യെസ്, ഓണാഘോഷമൊക്കെ ഉഷാറായിട്ട് പോകുന്നു അന്തീഷ. അവിടെ എന്നാണ് വിശേഷം? എവിടം വരെയായി നിങ്ങളുടെയൊക്കെ ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ? എന്തായാലും ഇന്ന് ഒന്നാം ഓണമാണല്ലേ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, ഓണാശംസകൾ. നാളെയാണല്ലേ നമ്മുടെ മെയിൻ ഓണം. അപ്പോൾ ഓണത്തിലേക്ക് വേണ്ടിയിട്ട് ഉഷാറായിട്ട് എല്ലാവരും പോകുന്നു എന്ന് വിചാരിക്കുന്നു. നൗ ഡേ അല്ല അനുപേ, നൗ ഡേയ്സ് കേട്ടോ, അതൊരു ഫ്രേസാണ് നൗ ഡേയ്സ് എന്ന് പറയുന്നത്. സോ നൗ ഡേയ്സ്, നൗ ഡേയ്സ് സോഷ്യൽ മീഡിയ ഈസ് വെക്സിങ് me too much, so I decided to come away from it. കുറച്ച് നാളത്തേക്ക് മാറിക്കാം, നന്നായി, അത് നല്ലതാണ്. അനുപേ ഈസ് കൊടുക്കില്ല, സോഷ്യൽ മീഡിയ പ്ലൂറലാ, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, സോഷ്യൽ മീഡിയ ആർ എന്ന് കൊടുക്കും കേട്ടോ, അതാ കറക്റ്റ്. എമിൽ ഗുഡ് മോർണിംഗ്, ജോലിക്ക് ഉഷാറാണോ? ഇന്ന് ലീവ് ആയിരിക്കും അല്ലേ? The problem hits us depends on how we bear it in mind. That's great. Okay, it is good to come away from social media these days. Yeah, the Indian cricket team hinges on Virat Kohli for the upcoming Asia Cup. Great. ശബരിക്കും ഹാപ്പി ഓണം, എമിൽ ഹാപ്പി ഓണം കേട്ടോ, എല്ലാവർക്കും ഹാപ്പി ഓണം. അവരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ. ബെയർ ദ ഹൈറ്റ് ഓഫ് ദി ഡോർ ഇൻ മൈൻഡ്. ദാറ്റ്സ് ഗ്രേറ്റ് അല്ലേ, അതിനൊന്ന് മുഖവരയ്ക്ക് എടുത്തോണം, അതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനല്ലേ. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ഫ്രേസസ് നമുക്ക് നോക്കാം. കം അവേ, ബെയർ സംതിങ് ഇൻ മൈൻഡ്, ടേൺ ഡൗൺ, hinge on, status quo, look to, peasantry. ഇതാണ് ആദ്യത്തെ സെറ്റ്. അടുത്ത സെറ്റിലോട്ട് നമുക്ക് പോയതിന് മുമ്പ് ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, ബെയർ ദ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് ഓയിലി ഫുഡ് ഇൻ മൈൻഡ് ബിഫോർ ഓർഡർ ഫ്രം റെസ്റ്റോറൻറ്റ്. എടാ നീ എന്താണ് അങ്ങനെ ഭക്ഷണം വല്ലപ്പോഴൊക്കെ പുറത്ത് കഴിക്കുന്നവരോട് ആ വർത്താനം പറയില്ലേ എന്ന്. എപ്പോഴും കഴിക്കുന്നവരാണെങ്കിൽ ഓക്കെ, വല്ലപ്പോഴും കഴിക്കുന്നവർ പോട്ടെ കേട്ടോ, അങ്ങനെയൊന്നും വിചാരിച്ചാൽ ജീവിക്കാൻ പറ്റില്ല. അത് എന്നാലും അനു പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ലെറ്റ്സ് മൂവ്, അടുത്ത് നോക്കാം. നെക്സ്റ്റ് സെറ്റാണ് ഹെർക്കൂലിയൻ ടാസ്ക്. ഒരുപാട് നാളായി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഹെർക്കുലിസ് ഒരു ഇതുണ്ടല്ലോ, ഹെർക്കുലിസ് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ റോമൻ മിതോളജിയിലുള്ള ഒരു ആളാണ് ഹെർക്കുലിസ്. അപ്പോൾ ഹെർക്കുലിസിൻ്റെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഹെർക്കുലിസിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര എഫേർട്ട് വേണ്ടൊരു വർക്ക് ചെയ്ത ഹെർക്കുലിസ്, അത് വെച്ചിട്ടൊരു ഇഡിയം ഉണ്ടായി, ഹെർക്കൂലിയൻ ടാസ്ക്. അപ്പോൾ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എ വർക്ക് ഓർ എ ടാസ്ക് ദാറ്റ് റിക്വയർസ് ഗ്രേറ്റ് എഫേർട്ട്. ഭയങ്കര എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്. അത് ഇറ്റ് മീൻസ് ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. സിമ്പിൾ അല്ല, നല്ല കാര്യമായ പണി ആവശ്യമുണ്ട്. അതിനാണ് നമ്മൾ എന്താ പറയുക, ഹെർക്കൂലിയൻ ടാസ്ക് എന്ന്. ഇറ്റ്സ് എ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ വർക്ക് റിക്വയറിങ് ഗ്രേറ്റ് എഫേർട്ട്. ഒരുപാട് എഫേർട്ടിൻ്റെ ആവശ്യമുള്ള, ഒരുപാട് സ്ട്രെയിൻ്റെ ആവശ്യമുള്ള, ഒരുപാട് എന്താ പറയുക ഡിഫിക്കൽറ്റി ഉള്ള ഒരു വർക്കിനെയാണ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്, ഓർത്ത് വെച്ചോളാം. ദ സ്റ്റേറ്റസ് ഓഫ് ദ കമ്പനി വാസ് ഡിറ്റീരിയോറേറ്റിംഗ്. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ, DETE, ഡിറ്റീരിയോ, RIO, ഡിറ്റീരിയോറേറ്റിംഗ്, RATING കേട്ടോ. ഡിറ്റീരിയോറേറ്റിംഗ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, സ്പെല്ലിംഗ് മാറിപ്പോയാൽ മൊത്തത്തിൽ മാറിപ്പോകും കേട്ടോ. അടുത്ത് ഗെറ്റ് അണ്ടർവേ. ഗെറ്റ് അണ്ടർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിൻ ടു ഹാപ്പൻ. ഗെറ്റ് അണ്ടർവേ എന്ന് പറഞ്ഞൊരു ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം ബിഗിൻ ടു ഹാപ്പൻ, ഒരു കാര്യം സംഭവിക്കാൻ തുടങ്ങുന്നു, അതിനെയാണ് ഗെറ്റ് അണ്ടർവേ എന്ന് പറയാം കേട്ടോ. നമ്മൾ ഇന്നാളെ അണ്ടർവേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അണ്ടർവേ എന്ന് പറയുന്നത് ഒരു അഡ്വേർബൽ എക്സ്പ്രഷൻ ആണ്. അത് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം പറയുമ്പോൾ ഇറ്റ്സ് ഹാപ്പനിങ്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥത്തിലാണ്. സെയിം വേയിൽ നമ്മൾ അതിനെ ഒരു അഡ്ജക്റ്റീവ് രൂപേണ ഉപയോഗിക്കും കേട്ടോ. ഗെറ്റ് അണ്ടർവേ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് രൂപേണ ഉപയോഗിക്കും. അവിടെ ഗെറ്റ് എന്ന് പറഞ്ഞ യൂസേജ് ഉപയോഗിക്കും, അപ്പോഴാണ് ഒരു കോസറ്റ് വേർബോട് ഉപയോഗിക്കും. അപ്പോൾ ഗെറ്റ് അണ്ടർവേ എന്ന് പറഞ്ഞാൽ ബിഗിൻ ടു ഹാപ്പൻ എന്നാണ് അർത്ഥം. സെയിം സാധനമാണ് അണ്ടർവേ കേട്ടോ. വെറും അണ്ടർവേക്കും അതേ അർത്ഥം തന്നെയാണ്. ബിഗിൻ ടു എക്സിസ്റ്റ് ഓർ ബിഗിൻ ടു ഹാപ്പൻ, ബിഗിൻ ടു
begin to exist അല്ലെങ്കിൽ happening ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് underway. The construction is underway എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ underway പറയും. അപ്പോൾ get underway എന്ന് പറഞ്ഞാൽ സെയിം സാധനമാണ് begin to happen. അത് തന്നെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത് ബാക്കപ്പ്. ഒന്ന് ബാക്കപ്പ് എന്ന് പറയുന്ന നൗൺ ഉണ്ട്. ബാക്കപ്പിന് ഞങ്ങൾക്ക് ബാക്കപ്പ് പോകണം. ഇപ്പോൾ നമ്മളൊരു മൂവിയൊക്കെ കാണുമ്പോൾ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മൂവീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് വരുമ്പോൾ ക്രിമിനൽസിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വലിയ റാക്കറ്റിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് ബാക്കപ്പ് പോകണമെന്ന് പോലീസുകാർ പറയുന്നിട്ടുണ്ടാവും. ആ ബാക്കപ്പ് നൗൺ ബാക്കപ്പാണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് പറയുക വെച്ചാൽ ഒന്നെങ്കിൽ ഹൈഫനേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹൈഫൻ ഇല്ലാതെ ബാക്കപ്പ് എന്ന് പറയാം. ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഹൈഫനേറ്റഡ് ആയിട്ട്. ഞാൻ എപ്പോഴും പറയേ ഫ്രേസൽ വെർബിനെ നമുക്ക് വൺ വേർഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, നൗൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എപ്പോഴാണെന്നറിയോ? അതിൽ ഗ്യാപ്പ് ഇടാതിരിക്കുമ്പോൾ. അപ്പോൾ ഗ്യാപ്പ് ഇടാതെ നിങ്ങൾ വേർബായിട്ട് ഉപയോഗിക്കരുത് ഒരിക്കലും, ഫ്രേസൽ വേർബായിട്ട് ഉപയോഗിക്കരുത്. ഗ്യാപ്പ് ഇടാതിരിക്കുമ്പോൾ അത് നൗൺ ആണ്, അല്ല ഗ്യാപ്പ് ഇട്ടിരിക്കുമ്പോൾ അത് നൗൺ ആണ്. സോറി, ഗ്യാപ്പ് ഇടാതിരിക്കുമ്പോൾ നൗൺ ആണ്, അത് ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ അത് നൗൺ ആണ്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫ്രേസൽ വേർബാണ്. സോ ബാക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് സപ്പോർട്ട് ചെയ്യുക. അതാണ് ബാക്കപ്പ് ചെയ്യുക എന്ന് പറയാം. ഐ നീഡ് യു ടു ബാക്ക് മീ അപ്പ്. നീ എന്നെ ഒന്ന് ബാക്കപ്പ് ചെയ്തോണേ, സപ്പോർട്ട് ചെയ്തോണേ എന്ന് പറയും. ഐ എം ഗോയിങ് ടു പ്രസന്റ് ദിസ് പ്രൊപ്പോസൽ, ഐ നീഡ് യു ടു ബാക്ക് മീ അപ്പ്. എന്നെ നീ ഒന്ന് ബാക്കപ്പ് ചെയ്തോണ്ട്, നീ ഒന്ന് സപ്പോർട്ട് ചെയ്തോണ്ട്, പുറകെ ഒന്ന് സപ്പോർട്ട് ചെയ്തോണ്ട്. ദാറ്റ്സ് ഇറ്റ്. എന്നാൽ അതേ സമയത്ത് ഐ നീഡ് യോർ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ സപ്പോർട്ട് ആവശ്യമുള്ളൂ. ആ ബാക്കപ്പ് ഇസ് സപ്പോർട്ട് എന്ന നൗൺ ആണ്. ഡിഫറൻസ് ഓർത്ത് വെച്ചോണം. അതാണ് ഹൗ വി യൂസ് ദീസ് വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നമുക്ക് ആ ഫ്രേസൽ വേർബും ഉപയോഗിക്കുമ്പോഴും അതുപോലെ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഉപയോഗം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ, ഓർത്ത് വെച്ചോണം. Okay, we should turn down the allegations against the rival company in order to sustain in the company. All right. Onam celebrations get underway on Atham. That's great. I prefer to look to something hinge on its priority. Okay, priority. All right. Depends on it. Priority. Look something. അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അവിടെ. ആ ഹിഞ്ച് കൊടുത്തേക്കുന്ന ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് തെറ്റിപ്പോയി. ഐ പ്രിഫർ ടു ലുക്ക് സംതിങ് ഹിഞ്ചിങ് ഓൺ ഇറ്റ്സ് പ്രയോറിറ്റി, ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് പ്രയോറിറ്റി. അവിടെ പാർട്ടിസിപ്പിൾ ഫോമിൽ കൊടുക്കണം കേട്ടോ ശബരി. അവിടെ നീ ചുമ്മാ വേർബ് ആയിട്ട് രീതിയിൽ കൊടുക്കരുത്. വേർബ് ആയിട്ടല്ല, പാർട്ടിസിപ്പിൾ ആയിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കാം. ഫാത്തിമ ഗുഡ് മോർണിംഗ്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്നാണെന്നറിയോ? പാർട്ടിസിപ്പിൾ ഫോമിൽ അല്ല, പാർട്ടിസിപ്പിൾ ഫോമിലാണ് നമ്മൾ കൊടുക്കുക, അല്ല നമ്മൾ അവിടെ ഒരു വേർബ് ഫോമുലേഷൻ കൊടുക്കരുത് കേട്ടോ. ഡിപ്പെൻഡിങ് അപ്പോൺ എന്ന അർത്ഥത്തിൽ വരുമ്പോൾ ഇങ്ങനെ വരണം, ഹിഞ്ചിങ് ഓൺ ഇറ്റ്സ് പ്രയോറിറ്റി എന്ന് കൊടുക്കണം. ദ ബാക്കിംഗ് അപ്പ് ഓഫ് ഗ്രേസ് ടീച്ചർ വിൽ ബി ആൻ അസറ്റ് ഫോർ എസ് സോംനാഥ്. ദാറ്റ്സ് ഗ്രേറ്റ്. മൈ പ്രോഗ്രസ് ഇസ് ഗെറ്റ് അണ്ടർവേ. ഇല്ല, ഈസും ഗെറ്റും. ഈസ് എന്ന് പറയുന്നത് ഒരു ബി ഫോമുലേഷനാണ് ശബരി. ബി ഫോമുലേഷനോട് ഒരിക്കലും നിനക്ക് V1 കൊടുക്കാൻ പറ്റില്ല. ബി ഫോമുലേഷനോട് നീ വേറെ കൊടുത്തോ, V3 കൊടുത്തോ, പാസിവൈസേഷൻ കൊടുത്തോ, അല്ലെങ്കിൽ ING കൊടുക്കണം. ഈസ് ഗെറ്റിംഗ് അണ്ടർവേ കൊടുക്കുക, അപ്പോൾ കറക്റ്റ്. ING കൊടുക്കുക കണ്ടിന്യൂസ് ടെൻസിൽ പക്കാ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം, മൈ പ്രോഗ്രസ് ഇസ് ഗെറ്റിംഗ് അണ്ടർവേ എന്ന് കൊടുത്താൽ സെറ്റാ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് കണ്ടന്റ് വിത്ത്, കേട്ടിട്ടില്ലേ? കണ്ടന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുക അല്ലേ, കഷ്ടപ്പെടുക, ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിലാണ് കണ്ടന്റ്. അപ്പോൾ കണ്ടന്റ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ഡീൽ വിത്ത് സംതിങ് അല്ലേ. ഒരു കാര്യത്തിന് നമ്മൾ കണ്ടന്റ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ഡീൽ വിത്ത് സംതിങ് എന്നാണ് അർത്ഥം. ഓക്കെ, അതേ സമയത്ത് കണ്ടൻഷൻ അല്ലേ, ബോൺ ഓഫ് കണ്ടന്റ് ഒക്കെ പറയല്ലേ, ബോൺ ഓഫ് കണ്ടൻഷൻ, സോറി കണ്ടന്റ് അല്ല കണ്ടൻഷൻ, ബോൺ ഓഫ് കണ്ടൻഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കോസ് ഓഫ് ഡിസഗ്രിമെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ കണ്ടൻഷൻ ഡിസഗ്രിമെന്റ് ആണ്. കണ്ടന്റ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ഡീൽ വിത്ത് സംതിങ് അല്ല, ഒരു കാര്യത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്നത് മാനേജ് ചെയ്യുക, അതിനൊക്കെയാണ് കണ്ടന്റ് വിത്ത് എന്ന് പറയാം. സോ ഇറ്റ്സ് എ ഫ്രേസൽ വേർബ്, ഓർത്ത് വെച്ചോ. കണ്ടന്റിലൂടെ ഫിക്സ്ഡ് ആയിട്ട് പ്രിപ്പോസിഷൻ ആണ് വിത്ത്, മറക്കണ്ട. അപ്പോൾ സെയിം വേയിൽ ഡീൽ വിത്ത്, ഡീൽ ഓഫ്, ഡീൽ അബൌട്ട് ഒന്നും പറയില്ലല്ലോ, ഡീൽ വിത്ത് അല്ല പറയാം. സെയിം വേയിൽ കണ്ടന്റ് വിത്ത് എന്ന് പറയാം. സെയിം മീനിങ് ആണ് മാനേജ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ് കേട്ടോ. കണ്ടന്റ് വിത്ത്, ഡീൽ വിത്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് സെറ്റിൻ. ഒരു കാര്യം സെറ്റിൻ ചെയ്യുക മീൻസ് ഒരു കാര്യം ആരംഭിക്കുക, ബിഗിൻ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, അതാണ് സെറ്റിൻ. ഓക്കെ, ഓർത്ത് വെച്ചോണേ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. Shall we set in? That's a great one. Shall we begin? The teachers shall back up the students for participating in the science exhibition. That's great. The ability to contend with difficult situation is essential for a good leader. Yes, it is. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഓഫ് വേർഡ്സ് ആൻഡ് ഇഡിയം നോക്കാം. ഹെർക്കുലിൻ ടാസ്ക് ഒരു ഇഡിയം ആണ്. ഗെറ്റ് അണ്ടർ വേ, ഫ്രേസ് അഗൈൻ, അതുപോലെ ബാക്കപ്പ്, കണ്ടന്റ് വിത്ത്, സെറ്റ് ഇൻ. ഈ ഫ്രേസൽ വേർബ്സ് കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ദീസ് ആർ ദ ഫ്രേസസ്. നമ്മൾ ഇന്ന് പഠിച്ച ഫ്രേസസ് ഇതൊക്കെയാണ്, ആൻഡ് വൺ വേർഡ്സ് ഇതൊക്കെയാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് ഇടാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് പിള്ളേരെ നമ്മുടെ എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റി ഒന്ന് വളരട്ടെ. കുറച്ച് നാളായിട്ട് ഭയങ്കര ഷോക്കാണ് ആൾക്കാർ. സോ റിമെമ്പർ ദാറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ അടുത്ത സെറ്റിലോട്ട് പോകാം. ലെറ്റ്സ് മൂവ് ടു അവർ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്.
ഫയർമാൻ ട്രെയിനി പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്ലൈ ചെയ്തോണം കേട്ടോ, അപ്ലൈ ചെയ്യാതിരിക്കരുത്, അപ്ലൈ ചെയ്തോളൂ. നമ്മുടെ ബാച്ച് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുക, 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ September 5 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ വേഗം ഒന്ന് ജോയിൻ ചെയ്യുക. 26 വയസ്സാണ് ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ഇയർ എന്ന് പറയുന്നത്, ഏജ് ലിമിറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം, ഓഫ് കോഴ്സ് നമ്മൾ ഈ പറയുന്ന റിലാക്സേഷൻ SC/ST ഉണ്ട്, അതുപോലെ തന്നെ 5 വർഷം, OBC ആകുമ്പോൾ 3 വർഷം, അങ്ങനെയുള്ളൊരു റെഗുലർ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഫയർമാൻ ട്രെയിനി നല്ലൊരു പോസ്റ്റാണ്. അപ്പം ഒരുപാട് പേര് പറയാവുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഭയങ്കര ഒരു നല്ലൊരു പോസ്റ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടവർ അപ്ലൈ ഉറപ്പായിട്ടും ചെയ്യുക. ആൻഡ് പുതിയ ഓരോ ഓരോ എക്സാം നമ്മൾ ഓരോരോ ഇതാണ്, നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോഴും പറയുന്ന പോലെ. അതുപോലെ ഡയറഫാമിൻ്റെ 8ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് സ്റ്റാർട്ട് ചെയ്യും 28-ാം തീയതി. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കാര്യം നമ്മളിതിപ്പോൾ 8ാമത്തെ ബാച്ചാണ്. മാത്രമല്ല നമ്മുടെ എക്സാം എന്തായാലും ഒക്ടോബർ മാസമില്ല, ഒക്ടോബറിൽ ക്യാലണ്ടർ വന്നു. ഞാൻ പറഞ്ഞു September to November നവംബറിൻ്റെ ഉള്ളിൽ നിന്നാണ് PSC പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും നവംബർ മാസത്തിലാകാം എക്സാം, അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ വരുന്ന ഒരു രീതിയിൽ. ഒക്ടോബർ വരെ എന്തായാലും ഇല്ല, നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പഠിക്കാൻ സമയമുണ്ട്, പഠിക്കുന്നവർ പഠിക്കുക. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം എത്രമാത്രം ഇമ്പോർട്ടൻ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഡയറി ഫാം, ഹസ്ബൻഡറി, ആ ഒരു അനിമൽ ഹസ്ബൻഡറി പോർഷൻ, അത് സ്പെഷ്യൽ ടോപ്പിക്. അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ ബയോളജി, സയൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഇത്തവണ ഉണ്ട്. പിന്നെ ഇത്തവണയല്ല, സയൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഡയറി ഫാമിൻ്റെ ഉണ്ട്, എക്സാമിനുണ്ട്. പിന്നെ മാത്ത് ആൻഡ് അതിൻ്റെ കൂടെ ഇതുള്ളത് ആകെപ്പാടെയുള്ളത് ഇംഗ്ലീഷാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഫോക്കസ് ചെയ്ത് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് 28-ാം തീയതി. അതുപോലെ ഖാദി ബോർഡിൻ്റെ സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിലിംസ് ബാച്ചാണ്, പ്രിലിംസിൻ്റെ കൂടെ നടക്കുന്ന ഒരു എക്സാമാണ് ഖാദി ബോർഡും. അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ 2200 രൂപയ്ക്കുള്ളിൽ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കോഴ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക നിങ്ങൾ, അതുപോലെ തന്നെ റെഗുലറായിട്ട് ക്ലാസ്സിൽ വരിക, 17% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് Y314 എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ട് നല്ല എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. Y314 കേട്ടോ, ഡിസ്കൗണ്ട് യൂസ് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇത് കൂടാതെ നിങ്ങൾക്ക് മെഗാ പാക്ക് യൂസ് ചെയ്യാം കേട്ടോ. മെഗാ പാക്കിൽ എല്ലാം ഉണ്ട്, ഈ കോഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ റെയിൽവേയുടെ ബാച്ച്, SSCയുടെ ബാച്ച്, ബാങ്കിങ്ങിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആയിക്കോട്ടെ, ഇങ്ങനെ പല ബാച്ചുകൾ ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് മെഗാ പാക്ക് ഏറ്റവും നല്ലത്. കാരണം അതിനാകുമ്പോൾ 4000 ചില്ലറ രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അതാണ് മെഗാ പാക്കിൻ്റെ പ്രത്യേകത. അതുപോലത്തെ ഓഫർ 1 year വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും, ഡിസ്കൗണ്ടും കിട്ടും. യൂസ് മൈ കോഡ് Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ മതി. നമുക്ക് നേരെ നമ്മുടെ സിനോണിംസിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ സിനോണിമിലെ ആദ്യത്തെ വേർഡ് പഠിച്ചോ, സബ്സ്റ്റാൻറ്റീവ്. നമ്മൾ പറയാം സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടെന്നൊക്കെ പറയും. സബ്സ്റ്റാൻറ്റീവ് ഒരു സാധനമാണേ, സബ്സ്റ്റാൻഷ്യൽ എന്ന് പറയും. അതായത് നോട്ട് ചെയ്യാൻ പറ്റുന്ന, കൺസിഡറബിൾ ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻറ്റ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത സബ്സ്റ്റാൻറ്റീവ് എന്ന വാക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, കൺസിഡറബിൾ, എടുത്ത് പറയത്തക്ക ഉണ്ട്, നോട്ടബിൾ ആയിട്ടുള്ള, അതാണ് സബ്സ്റ്റാൻറ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ ആൻറ്റണിം എന്താണ്? ഇൻസബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ അൺസിഗ്നിഫിക്കൻറ്റ്. വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അൺസിഗ്നിഫിക്കൻ്റ് അല്ല, ഇറ്റ്സ് ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇട്ടപ്പോൾ മാറിപ്പോയതാണ്, സോറി ഫോർ ദാറ്റ്. ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അതുപോലെ തന്നെ ഇൻസബ്സ്റ്റാൻഷ്യൽ ആണ്, നോമിനൽ ആണ്. എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, വളരെ അൺഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സബ്സ്റ്റാൻറ്റീവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് സിനോണിമായിട്ട് പറയുകയാണെങ്കിൽ ഇതെല്ലാം വരും കേട്ടോ. നോട്ടബിൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ്, കൺസിഡറബിൾ ആണ് എന്നൊക്കെ എന്നുള്ളതിൻ്റെ മീനിങ് ആയിട്ട് വരും. ഓക്കെ, പക്ഷേ എൻ്റെ ആൻറ്റണിം ആകുമ്പോൾ ഇൻസബ്സ്റ്റാൻഷ്യൽ, ഇൻസിഗ്നിഫിക്കൻറ്റ്, നോമിനൽ, അൺഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ പോകും. ഓക്കെ, അടുത്ത വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാങ്ക്വിലിറ്റി. നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തിരുന്നു, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച എന്നാണ് എൻ്റെ വിശ്വാസം. ട്രാങ്ക്വിലിറ്റിയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ പീസ്, സമാധാനം, കാംനെസ് ഒക്കെയാണ്. പീസ്, ക്വയറ്റ്, സെറനിറ്റി എന്നൊക്കെ പറയും. ട്രാങ്ക്വിൽ എന്ന് പറയുന്നത് അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. ട്രാങ്ക്വിലിറ്റി, TY വാക്കുകൾ അറിയാലോ, നമ്മൾ പറഞ്ഞു സിൻസിയർ, സിൻസിയറിറ്റി വാക്കുകൾ. അപ്പോൾ അതാണ് ട്രാങ്ക്വിലിറ്റി പറയുന്നത്. ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നത് നൗൺ ഫോർമുലേഷനാണ്. അതേസമയത്ത് ട്രാങ്ക്വിൽ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. ഓർത്ത് വെച്ചോളൂ, TY വാക്ക് വരുമ്പോൾ അത് നൗണാണ്, സഫിക്സ് ആണ്, ഓർത്ത് വെച്ചോളൂ. ട്രാങ്ക്വിലാണ് നമ്മുടെ അഡ്ജക്റ്റീവ്, ഒരല്ലേ ട്രാങ്ക്വിലിന്. കാംനെസ്, പീസ്, ക്വയറ്റ്, സെറനിറ്റി എന്നൊക്കെയുള്ളതാണ് നൗണായിട്ട് വരുമ്പോൾ. അഡ്ജക്റ്റീവായിട്ട് വരുവാണ് കാം, പീസ്ഫുൾ, ക്വയറ്റ് അഡ്ജക്റ്റീവ് നൗണുമാണ്, സെറീൻ എന്നൊക്കെ പറയാം. ആൻറ്റണിമായിട്ട് വരുമ്പോൾ കമോഷൻ, ഒച്ചപ്പാട്, ബഹളം, ആകപ്പാട്, ഡിസോർഡർ, അൺറെസ്റ്റ്, ടെർമോയിൽ, ആൻസൈറ്റി, തിങ്സ് ലൈക്ക് ദാറ്റ്.
അപ്പോൾ ഓർത്താൽ മതി കൊമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒച്ചപ്പാട് ബഹളം കൺഫ്യൂഷനൊക്കെയാണ്. ഡിസോർഡർ, അൺട്രസ്റ്റ്, ടെർമോയിൽ, അതുപോലെ തന്നെ ട്യൂമൾട്ട്, ആൻസൈറ്റി ഒക്കെ ഇതിൽ പെടുന്നതാണ്. ട്രാങ്ക്വിലിറ്റിയുടെ ഓപ്പോസിറ്റ് ആന്റണിമായിട്ട് പറയുന്ന വാക്കുകളാണ്. ഓർത്ത് വെച്ചോ. ഓക്കെ, യെസ്, ലെറ്റ് മീ സീ യുവർ സെന്റൻസസ്. എവിടം വരെ എത്തി? ഗുഡ് മോർണിംഗ് സോനൽ. വി കേരളൈറ്റ് സെറ്റ് ഇൻ ഓണം പ്രിപ്പറേഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ലടാ ഹിമിലെ, ഓക്കെ ആയി വരുന്നു. ഓണം ആയതുകൊണ്ട് ആൾക്കാർ കുറവ്. ഓണം ആയതുകൊണ്ട് തന്നെയല്ല ഇപ്പൊ കുറച്ച് നാളായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ തിരക്കായിട്ട് ആൾക്കാർ കുറവായിരുന്നു. ഇനിയിപ്പം അറിയില്ല, നോക്കട്ടെ. മോഹൻലാൽ ആൻഡ് ശിവരാജ് കുമാർ പ്ലേസ് എ സബ്സ്റ്റാൻറ്റീവ് കാമിയോ റോൾസ് ഇൻ ദ ഫിലിം ജയിലർ. ഓക്കെ, അതൊക്കെ സെറ്റാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? സബ്സ്റ്റാൻറ്റീവ് കാമിയോ റോൾസ് അല്ലേ, റോൾസ് പ്ലൂറൽ അല്ലേടാ എമ്മിലെ. അപ്പോൾ പ്ലൂറൽ നൗണ്ടോട് ഒരു കാരണവശാലും എ കൊടുക്കരുത്. അപ്പം എ എന്നുള്ളത് കട്ട് ചെയ്യും കേട്ടോ. അപ്പം ഇങ്ങനെ കൊടുക്കാം, മോഹൻലാൽ ആൻഡ് ശിവരാജ് കുമാർ പ്ലേസും അല്ല പ്ലേ ആണ്. കാര്യം മോഹൻലാലും ശിവരാജ് കുമാർ രണ്ട് വ്യക്തികളാണ്, പ്ലൂറലാണ്, രണ്ട് നൗണുകൾ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ പ്ലൂറലായില്ലേ. അപ്പോൾ അവിടെ കൊടുക്കുക പ്ലേ സബ്സ്റ്റാൻറ്റീവ് റോൾസ് കാമിയോ റോൾസ് ഇൻ ദ ഫിലിം ജയിലർ. പ്ലേസും കൊടുക്കരുത്, എസ് കട്ട് ചെയ്ത് കളയാം, എയും കൊടുക്കരുത്, കട്ട് ചെയ്ത് കളയാം കേട്ടോ. ദിസ് ഇസ് എ സബ്സ്റ്റാൻറ്റീവ് issue, but the government considers it insubstantial. That's great. That's a great one. Let's move to another one. അടുത്ത വാക്ക് പിടിച്ചോ, എക്സ്പെഡീഷ്യസ്. എക്സ്പെഡീഷ്യസ് എന്ന വാക്കിന്റെ അർത്ഥം ഫാസ്റ്റ്, വളരെ വേഗത്തിൽ, സ്പീഡി, ക്വിക്ക് അല്ലെങ്കിൽ സ്വിഫ്റ്റ് എന്നൊക്കെ പറയാം. എക്സ്പെഡീഷ്യസ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ടാഡി, വളരെ പയ്യെ. ഡൈലേറ്ററി, അൺറെസ്പോൺസീവ്, സ്ലോ, വളരെ സ്ലോ ആയിട്ട്, അൺറെസ്പോൺസീവ് ആയിട്ട്, ഡൈലേറ്ററി ആയിട്ട് അല്ലെങ്കിൽ ടാഡി ആയിട്ട്, അതിനെ പറയാം നമുക്ക് എക്സ്പെഡീഷ്യസിന്റെ ഓപ്പോസിറ്റ്. എക്സ്പെഡീഷ്യസ് ഇസ് an adjective. അതിന്റെ ആന്റണിമാണ് സ്ലോ, അൺറെസ്പോൺസീവ്, ഡൈലേറ്ററി, ടാഡി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണം കേട്ടോ. വളരെ കോമൺ ആയിട്ടൊരു എക്സ്പ്രഷൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പുതിയ വാക്കൊന്നുമല്ല, നമ്മൾ കേട്ടിട്ടുള്ള എക്സ്പെഡീഷ്യസ് എന്നുള്ള വാക്ക്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോളാം. ആൻഡ് അതാണ് എക്സ്പെഡീഷ്യസ് എന്ന വാക്ക്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. സെറ്റാണെങ്കിൽ അടുത്ത സെറ്റിലോട്ട് നമുക്ക് പോകാം. Okay. Sentence വന്നോ? Everyone likes the tranquility of Gandhiji. Okay. Calmness അല്ലേ? All right. That's fine. That's great. ഈ ട്രാങ്കുലിറ്റി എന്ന വാക്കി പറയുന്ന ഇവിടെ മോഡേൺ അല്ലല്ലോ, നമ്മുടെ റൊമാൻറ്റിസിസം കാലഘട്ടമല്ലേ, കാൽപ്പനികത കാലഘട്ടം. ആ സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇത് വന്നത്, ഫേമസ് ആയിട്ട് വന്നത്, ഭയങ്കര പേര് കേട്ട ആ സമയത്ത് ട്രാങ്കുലിറ്റി. വേർഡ്സ്വർത്ത് ഒക്കെ പറയുന്ന കേൾക്കാം ഇതിനെപ്പറ്റി. ട്രാങ്ക്വൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, കോൾറിച്ച്, എല്ലാവരും ഇവർ ആ സമയത്ത് റൊമാൻറ്റിക് പോയിറ്റ്സും എല്ലാവരും കാൽപ്പനികത എന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു വാക്കാണ് ട്രാങ്ക്വിലിറ്റി എന്ന വാക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത വാക്കിലോട്ട് പോകാം. ഡൈല്യൂട്ട്. ഡൈല്യൂട്ട് എന്ന വാക്കിന് വേർബ് ഫോർമുലേഷൻ ഉണ്ട്. സെയിം സാധനത്തിന് നമുക്ക് അഡ്ജക്റ്റീവ് പറയാം. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വാക്കും അതേപോലെ വേർബാണ്. അതേപോലെ ഡൈല്യൂട്ട് എന്ന അഡ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ വീക്കൻ ചെയ്യുക, അറ്റനുവേറ്റ്. വീക്ക് അഡ്ജക്റ്റീവ് ആണ്, വീക്കൻ നൗൺ ആണ്. ഞാൻ അതേപോലെ പറഞ്ഞിട്ടുണ്ട്, വേഴ്സ് അഡ്ജക്റ്റീവ് ആണ്, വേഴ്സൺ വേർബ് ആണ്. സോ വീക്കൻ വേർബ്, വേഴ്സൺ വേർബ്, സോഫ്റ്റൻ നമ്മൾ പറയില്ലേ, ക്വിക്കൻ ചെയ്യും, വേഗമാകട്ടെ. അപ്പോൾ അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്, നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ട കുറച്ച് വാക്കുകളാണ്. ഇപ്പം നമ്മൾ പറയാറുള്ള ചില അഡ്ജക്റ്റീവുകളുടെ കൂടെ en ഇട്ട് കൊടുത്താൽ, ഇപ്പം സോഫ്റ്റ് ആണ്, ഞാൻ പറഞ്ഞു സോഫ്റ്റിൻ്റെ കൂടെ സോഫ്റ്റൻ ഇട്ട് കൊടുക്കുക, വീക്കിൻ്റെ കൂടെ വീക്കൻ ഇട്ട് കൊടുക്കുക, അതുപോലെ വേഴ്സിൻ്റെ കൂടെ വേഴ്സൺ ഇട്ട് കൊടുക്കുക, ക്വിക്കിൻ്റെ കൂടെ ക്വിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പം കൺഫ്യൂഷൻ അടിക്കരുത്, അഡ്ജക്റ്റീവ് ആണ് എന്താ സോഫ്റ്റ്, en ഇല്ലാത്തൊക്കെ സോഫ്റ്റ് അഡ്ജക്റ്റീവ്, വീക്ക് അഡ്ജക്റ്റീവ്, വേഴ്സ് അഡ്ജക്റ്റീവ്, ക്വിക്ക് അഡ്ജക്റ്റീവ് ആണ്. അതേസമയത്ത് en വാക്കിട്ടപ്പോൾ അത് വെർബായി. അതുപോലെ ഇത് വീക്കൻ ചെയ്യുക ഈസ് എ വെർബ്, അറ്റനുവേറ്റ് ചെയ്യുക, മിക്സ് ചെയ്യുക. കാര്യം നമ്മളതിനെ മിക്സ് ചെയ്യാണ്, ഡോക്ടർ ചെയ്യാണ്, അതിനെ നമ്മൾ എന്ത് കണ്ടാമിനേറ്റ് ചെയ്യാണ്, പൊല്യൂട്ട് ചെയ്യാണ്. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം മിക്സ് ചെയ്യുക അതിലൂടെ, അപ്പോൾ അത് കണ്ടാമിനേറ്റ് ആണ്, ഇതിൻ്റെ ഒറിജിനൽ ഫോം മാറും. അത് ഞാൻ ഡൈല്യൂട്ട് ചെയ്യാന്ന് പറയും കേട്ടോ. ഡൈല്യൂട്ട് ചെയ്യുന്ന നമ്മൾ പറയും വീക്കൻ ചെയ്യുക, അറ്റനുവേറ്റ് ചെയ്യുക, മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടർ ചെയ്യുക അത് പറയും. ഡോക്ടർ ചെയ്യുന്ന അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. സെയിം വേയിൽ നമ്മൾ പറയാം അതിനെ കണ്ടാമിനേറ്റ് ചെയ്യുക, പൊല്യൂട്ട് ചെയ്യുക, അതൊക്കെ ഡൈല്യൂട്ടിൻ്റെ മീനിങ്സ് ആണ്, സിനോണിംസ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ്റെ മീനിങ് നോക്കാം. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് കേട്ടാൽ വീക്കാണ്, തിന്നാണ്, അത്രേ ഉള്ളൂ അർത്ഥം കേട്ടോ. ഡൈല്യൂട്ട് ആണെന്ന് പറഞ്ഞാൽ വീക്കാണ്, അല്ലെങ്കിൽ തിന്നാണെന്നുള്ള അർത്ഥത്തിലാണ്. സോ അതിൻ്റെ ആന്റണിം വരുമ്പോൾ നമുക്ക് വീക്കൻ ചെയ്യുന്ന ഒരു സാധനത്തെ എൻറിച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക എന്നൊക്കെ പറയാം. അതാണ്
അതിൻ്റെ വാക്ക്. പിന്നെ കോൺസെൻട്രേറ്റ്, ഡൈല്യൂട്ടിൻ്റെ ഓപ്പോസിറ്റ് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് സൾഫ്യൂറിക് ആസിഡ് എന്നൊക്കെ പറയും. സോ ഡൈല്യൂട്ടിൻ്റെ ഓപ്പോസിറ്റ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് കോൺസെൻട്രേറ്റ്. ഓക്കെ, അടുത്ത വാക്ക് ഒസ്റ്റെൻസിബിൾ. ഒസ്റ്റെൻസിബിൾ എന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവ് ആണ്, ഒസ്റ്റെൻസിബിളി അഡ്വേർബായി LY ഇട്ട അഡ്വേർബ്. സോ അതിൻ്റെ മീനിങ് ആണ് അപ്പാരൻറ്റ്, സീമിങ്, പുറമെയുള്ള, അല്ലേ, ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, ഇങ്ങനെയാണ് കാണപ്പെടുന്നത്, റിപ്പോർട്ടഡ്, അല്ലേ, റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്, അലജ് ചെയ്യുന്നത്, അലജഡ് ഇങ്ങനെയാണ്, ഔട്ട്വേർഡ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ശരിക്കും ഇപ്പോഴത്തെ നിജ അവസ്ഥ എന്ന് പറയുമ്പോൾ അതിന് പറഞ്ഞാൽ റിയൽ ആണ്, ജെനുവിൻ എന്ന് പറയാം. ഒസ്റ്റെൻസിബിളിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള എന്നുള്ളതാണ് ഒസ്റ്റെൻസിബിളിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം ഞാൻ ഇപ്പോഴും പറയാണ്, ഒസ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞാൽ പുറമെയുള്ള, സൂപ്പർഫിഷ്യലാണ്. ഓക്കെ, സൂപ്പർഫിഷ്യൽ ആയിട്ടൊരു സാധനമാണ്, സീമിങ്, ഔട്ട്വേർഡ് ഉള്ള സാധനമാണ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ റിയൽ, ജെനുവിൻ എന്ന് പറയും. ഓക്കെ, ഓർത്തണം. അടുത്ത് റിലക്റ്റൻസ് ആണ്. റിലക്റ്റൻസ് എന്ന് പറയുന്നത് നൗൺ ആണ്. ANC വാക്കുകൾ കണ്ട നമ്മൾ പറയേണ്ട സഫിക്സ് ആണ് ANC വാക്കുകൾ. NCE ഓർത്തോളൂ, ENC ഉണ്ട്, ANC ഉണ്ട്, അതുകൊണ്ട് തന്നെ പേഷ്യൻസ് പോലെ റിലക്റ്റൻസ്. അപ്പം അതിൻ്റെ യൂസേജ് ഓർമ്മിച്ചുള്ള റിലക്റ്റൻസ് നൗണും റിലക്റ്റൻറ്റ്, ഡോണ്ട് ബി റിലക്റ്റൻറ്റ് കേട്ടുണ്ടായിരിക്കും. റിലക്റ്റൻറ്റ് അഡ്ജക്റ്റീവ് ആണ്. റിലക്റ്റൻറ്റ് അഡ്ജക്റ്റീവ്. നമ്മൾ റിലയൻസ് പറയും, വിശ്വാസ്യത, അല്ലേ, റിലയൻറ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. അതേപോലെയാണ് റിലക്റ്റൻറ്റും റിലക്റ്റൻസും. റിലക്റ്റൻറ്റ് അഡ്ജക്റ്റീവ്, റിലക്റ്റൻസ് നൗൺ. സോ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അൺവില്ലിങ്നെസ്, ഹെസിറ്റേഷൻ, ഡിസ്ഇൻക്ലിനേഷൻ, താല്പര്യമില്ലായ്മയില്ലേ, അതിനാണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയാം. താല്പര്യമില്ല ചെയ്യാൻ, അൺവില്ലിങ് ആണ് എന്നല്ലേ ആ സാർ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വില്ലിങ്നെസ് അല്ലെങ്കിൽ ഈഗർനെസ്, ഭയങ്കര താല്പര്യം. അതിനെന്ത് പറയാം? ഈഗർനെസ്, റെഡിനെസ്, വില്ലിങ്നെസ് എന്നൊക്കെ നമുക്ക് പറയാം. റിലക്റ്റൻസ് ഓപ്പോസിറ്റ് ആണ് വില്ലിങ്നെസ്, ഈഗർനെസ്, അതുപോലെ തന്നെ റെഡിനെസ് ഒക്കെ പറയാം. ഒരു കാര്യം ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല, അതിനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. റിലക്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആണത്. റിലക്റ്റൻസ് താല്പര്യമില്ലായ്മ, ഓർത്ത് വെച്ചോളാം, അതാണ്. Okay, let me read your sentences. The situation of commotion will affect the state of tranquility in the locality. Great. That event is a substantive event according to the that event is a substantive event എന്നുള്ള രണ്ടാമത് റിപ്പറ്റേറ്റീവ് ആയിട്ട് ഇവന്റ് കൊടുക്കരുത്. രണ്ടാമത്തെ വാക്ക് വരുമ്പോൾ ഈവന്റിന് പകരം ഇങ്ങനെ കൊടുക്കാം, ദാറ്റ് ഇവന്റ് ഈസ് എ സബ്സ്റ്റാൻറ്റീവ് വൺ എന്ന് കൊടുക്കാം. എപ്പോഴും ഒരു പ്രോനൗൺ കൊടുത്തിട്ട് നൗണിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഒരു പ്രോനൗൺ കൊടുക്കുന്നതിന് മുമ്പേ ദാറ്റ് ഇവന്റ് ഈസ് എ സബ്സ്റ്റാൻറ്റീവ് വൺ അക്കോർഡിംഗ് ടു കറന്റ് സോഷ്യൽ സിറ്റുവേഷൻ. സോ യു ആർ റെസ്പോൺസിബിൾ ടു മേക്ക് ഷുവർ ഇറ്റ് ഹാപ്പൻസ്. അങ്ങനെയാണ്, മേക്ക് ഷുവർ ഇറ്റ് ഹാപ്പൻസ് സീംലെസ്ലി എന്ന് പറയണം. അത് മതി. അവിടെ പിന്നെ ഈവന്റ് കൊടുക്കുമ്പോൾ റിപ്പറ്റേഷൻ, 3 തവണ റിപ്പറ്റേഷൻ വരും, വേണ്ട, അത് വേണ്ട. അതിന് പകരം അനുഭവം ഇങ്ങനെ കൊടുക്കണം കേട്ടോ. മേക്ക് ഷുവർ, എന്ത് മേക്ക് ഷുവർ ചെയ്യണം? അവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരേണ്ടത്, മേക്ക് ഷുവർ ദാറ്റ് എന്നാണ്. അല്ലെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് എന്നൊരു എന്താന്ന് പറയുക, ഒരു ക്ലോസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക, മേക്ക് ഷുവർ ഇറ്റ് ഹാപ്പൻസ് സീംലെസ്ലി, മതി, വില്ലിനില്ലി. Do your work expeditiously. Don't be tardy. That's great. Serenity plays substantive role to balance our expeditious life. That's great. Do everything possible to dilute the violence in Manipur. That's great. I love the serenity or tranquility of her in every difficult situation. That's great. Expeditious work of the laborers aided to complete the construction of bridge within 6 months. That's great. Ostensibly, the crowd turned turbulent. Okay. The doctors made everything possible to dilute the internal bleeding in the organs. All right. Expeditious action is needed to dilute the ongoing ethnic conflict in Manipur. Great. An exuberant person can dilute their setbacks. Illa, person ആണ്. അപ്പോൾ their setbacks എന്ന് പറയണ്ട, his, ഒരു exuberant person അവൻ്റെ setbacks എന്ന് പറയാം. His setbacks through positiveness. പോസിറ്റീവ്നെസ് അല്ലടാ, പോസിറ്റീവ്നെസ് അല്ല, പോസിറ്റിവിറ്റി, നൗൺ കേട്ടോ, പോസിറ്റിവിറ്റി കേട്ടോ ശബരി. An exuberant person can dilute his setbacks through positivity എന്ന് കൊടുക്കട്ടോ. അവിടെ പോസിറ്റീവ് അതാ, there അല്ല. ശ്രീനാരായണ ഗുരു was reluctant in accepting casteism from his childhood itself. That's great. The reluctance of government to accept the project proposal of the company results in monetary loss. എടാ അവിടെ റിസൾട്ട്സ് വരില്ലല്ലോ, റിസൾട്ട്സ് തന്നെ, സിംഗുലർ, പ്രൊപ്പോസൽ അല്ലേ. ഓക്കെ ഫൈൻ, അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. നെക്സ്റ്റ് സെറ്റ് ഒപ്പേസിറ്റി. കേട്ട് പരിചയമുള്ള വാക്കാണ് ഒപ്പേസിറ്റി അല്ലേ. ഒപ്പേസിറ്റി എന്ന് പറയുമ്പോൾ ഒപ്പേക്നെസ് പറയില്ലേ, അതിനാണ് ഒപ്പേസിറ്റി പറയുക. ഒപ്പേക്നെസിൻ്റെ അർത്ഥം എന്നാ? ഒപ്പേക്ക് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല ഒരു, അല്ലേ. വുഡ് ഇസ് എൻ ഒപ്പേക്ക് സബ്ജക്റ്റ് ആണ്, അല്ലേ, സബ്സ്റ്റൻസ് ആണ്, ഒരു മാറ്റർ ആണ്. അതായത് അതിലൂടെ നമ്മൾ നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല, അതിനാണ് ഒപ്പേക്ക് പറയാം. സോ ഒപ്പേസിറ്റി ആ ഒപ്പേക്നെസ്സിന് പറയുന്നതാണ്. ഒബ്സ്ക്യൂരിറ്റി, ഡെൻസിറ്റി, എനിഗ്മ, ഒരു കൺഫ്യൂഷൻ, എന്തോ ഒരു ക്ലാരിറ്റി കുറവ്, അതിനെയാണ് ഒപ്പേസിറ്റി പറയാം. എനിഗ്മ അല്ലെങ്കിൽ ഒബ്സ്ക്യൂരിറ്റി, ഡെൻസിറ്റി എന്നൊക്കെ പറയാം.
അതിൻ്റെ ആൻറ്റണിമാണ് ക്ലാരിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി. നമ്മുടെ വളരെ ക്ലാരിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതാണ് ഒപ്പോസിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം. അല്ല, ഓപ്പോസിറ്റ് ഓർത്ത് വെച്ചോണേ. ഒപ്പോസിറ്റ് നൗൺ ആണ്. അപ്പോൾ അതിൻ്റെ ആൻറ്റണിമായിട്ട് നമ്മൾ പറയുന്ന വാക്കാണ് ക്ലാരിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി എന്ന വാക്ക് കേട്ടോ. ഓർത്ത് വെച്ചോ. അടുത്ത് അൺഫോൾഡ് ചെയ്യുക. നമ്മൾ പറയുന്നുണ്ട് അൺഫോൾഡ് എന്ന് പറഞ്ഞാൽ തുറക്കുക അല്ലെ. അൺഫോൾഡ് ചെയ്യുന്ന അൺഫോൾഡ് ദ ട്രൂത്ത് എന്ന് പറയാം. അൺഫോൾഡ് ദ മിസ്റ്ററി അറിയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പൺ ഔട്ട്, തുറക്കുക. അല്ലെങ്കിൽ അൺട്രാവൽ ചെയ്യുക പറയാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഡിസ്കസ് ചെയ്ത് അൺഫോൾഡ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാക്ക് അൺഫോൾഡ്, അൺട്രാവൽ ഒക്കെ. അപ്പോൾ ഓപ്പൺ ചെയ്യുക അല്ലെ, ഡിസ്ക്ലോസ് ചെയ്യുന്ന അർത്ഥത്തിലാണ് ഒരർത്ഥം. അല്ലാതെ നമ്മൾ ദ ട്രാവൽ അൺഫോൾഡ്സ്, ദ ജേർണി അൺഫോൾഡ്സ് എന്നൊക്കെ പറഞ്ഞൊക്കെ പറയും. ഡെവലപ്പ് ചെയ്യുക, ഹാപ്പൻ ചെയ്യുക, സംഭവിക്കുക, ഡെവലപ്പ് ചെയ്യുന്ന അർത്ഥം കൂടെ അൺഫോൾഡിനുണ്ട്. ഓർത്ത് വെച്ചോണേ. അപ്പോൾ അൺഫോൾഡിന് എന്താ അർത്ഥം? ഡെവലപ്പ് അല്ലെങ്കിൽ ഹാപ്പൻ എന്നൊരു അർത്ഥം കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അതാണ് അൺഫോൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചാൽ ഒന്ന് ഓപ്പൺ ഔട്ട് ചെയ്യുക, അൺട്രാവൽ ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിൽ പറയും. അല്ലാതെ ഡെവലപ്പ് ചെയ്യുക, ഹാപ്പൻ ചെയ്യുന്ന അർത്ഥത്തിലും നമുക്ക് എന്താ പറയാം, അൺഫോൾഡ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. അപ്പം അതിൻ്റെ ആൻറ്റണിം എന്താ ചോദിച്ചാൽ നമുക്ക് പറയാം, ഒന്ന് ഓപ്പൺ ഔട്ട് ചെയ്യുക പറയില്ലേ, തുറന്നു വരിക. അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യുക. ഫോൾഡ് ചെയ്യുക, അൺഫോൾഡിൻ്റെ ഓപ്പോസിറ്റ് ഫോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യുക, ഹാപ്പൻ ചെയ്യാൻ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം എമേർജ്, ഡെവലപ്പ്, ഹാപ്പൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം വിതർ, ഫെയ്ഡ്, ഡിസപ്പിയർ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പിയർ ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിലാണ് അൺഫോൾഡ് എന്നുള്ള അർത്ഥത്തിൽ പറയാം കേട്ടോ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് പറയും ഡിസപ്പിയർ, വിതർ, ഫോൾഡ് എന്നൊക്കെ പറയാം. ഐ മീൻ ഫെയ്ഡ് എന്നൊക്കെ പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ആൻറ്റണിംസും കൂടിയാണ്, ശ്രദ്ധിച്ചോണം. ഓൾ റൈറ്റ്, ലെറ്റ് മീ സീ. I love triangulity of the birds. That's great. One of the ostensible ways to measure the depth of a river is just observing the flow of it. Great. Transparency of the relevant information will have to be published in the website to eliminate the enigma. Great. നമ്മൾ ഡേറ്റ ട്രാൻസ്പെറൻസിയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. COVID-19 സമയത്ത് ഡേറ്റ കറക്റ്റ് ഡേറ്റ അല്ല, അപ്പോൾ അത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഡേറ്റ വരണം അല്ലേ. സുതാര്യത എന്ന് പറയും മലയാളത്തിൽ. ട്രാൻസ്പെറൻസിക്ക് മലയാളത്തിൽ സുതാര്യത എന്ന് പറയും. ഓക്കെ. അപ്പോൾ അടുത്ത വാക്ക് നോക്കിയേ, ഗ്രൂവലിംഗ്. ഗ്രൂവലിംഗ് ഇസ് എൻ അഡ്ജക്റ്റീവ് കേട്ടോ. ഗ്രൂവലിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, എക്സോസ്റ്റിക്, വളരെ ടയേർഡ് ആയിട്ടുള്ള. ടയറിങ്, എക്സോസ്റ്റിംഗ്, ഫറ്റീഗിങ്. ഫറ്റീഗ് എന്ന വെർബ് ഉണ്ടല്ലോ, അപ്പോൾ ഫറ്റീഗിങ് അഡ്ജക്റ്റീവ് കേട്ടോ. ING ഫോമിൽ വെർബിൻ്റെ ING ഫോമിനെ V4 നമ്മൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമല്ലോ. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണല്ലോ, സെയിം സാധനം. എക്സോസ്റ്റിംഗ്, ടയറിങ്, ഫറ്റീഗിങ്. ഫറ്റീഗ്, ടയേർഡ്നെസ്, എക്സോഷൻ എന്നൊക്കെ പറയും. അതേ സമയത്ത് ഫറ്റീഗ്, ടയർഡ് ആവുക എന്നുള്ള അർത്ഥത്തിൽ വെർബും ഉണ്ട്. സോ സെയിം മീനിങ് ആണ്. വളരെ ഹാർഷ് ആയിട്ടുള്ള, അതൊക്കെയാണ് അർത്ഥം. ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള, ടയറിങ് ആയിട്ടുള്ള, ഹാർഷ് ആയിട്ടുള്ള, സിവിയർ ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥത്തിൽ ഗ്രൂവലിംഗ് പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അൺഡിമാൻഡിങ് ആണ്. ഇത്ര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു വർക്ക് അല്ല. ഇറ്റ്സ് ഈസി ആണ്. ഇറ്റ്സ് ഈസി, ലൈറ്റ്, ട്രിവിയൽ എന്നൊക്കെ പറയാം. അത് എഫേർട്ട്ലെസ് ആണ്. അതിനൊക്കെ ഗ്രൂവലിംഗിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഗ്രൂവലിംഗിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഫേർട്ട്ലെസ്, ഈസി, ലൈറ്റ്, ട്രിവിയൽ, അൺഡിമാൻഡിങ് എന്നൊക്കെ പറയാം. ഓക്കെ, ഓർത്ത് വെച്ചോണേ. His reluctance to talk was substantive evidence to the prop team. That's great. Transparency is an important part of democracy. Sadly, government is becoming more and more opaque. Yeah, അത് ശരിയാ. സുതാര്യത നമ്മുടെ ഡെമോക്രസിയുടെ ഒരു വലിയ മുഖമുദ്ര തന്നെയാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് അല്ലേ. ദാറ്റ്സ് നോട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ അവർ കൺട്രി. അതാണ് പ്രശ്നം. അപ്പോൾ ലെറ്റ്സ് മൂവ് അടുത്ത സെറ്റിലോട്ട് പോകാം. അടുത്ത സെറ്റ് ഇതാണ് സ്റ്റുപ്പൻഡസ്. സ്റ്റുപ്പൻഡസ് കേട്ടോ. സ്റ്റുപ്പൻഡസ് എന്ന വാക്ക്, ഇറ്റ് വാസ് എ സ്റ്റുപ്പൻഡസ് ഐഡിയ. അടിപൊളി, സൂപ്പർബ്, ഇംപ്രസീവ്, അമേസിങ്, അസ്റ്റൗണ്ടിങ് എന്നൊക്കെ പറയും. അതാണ് സ്റ്റുപ്പൻഡസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ആന്റണിം അപ്പോൾ എന്തായിരിക്കും? ഇതിപ്പോൾ എന്താണ്, ഇത് വളരെ സിമ്പിൾ അല്ലേ, ഇതിപ്പോൾ സാധാരണ കാര്യം. ഓർഡിനറി. സ്റ്റുപ്പൻഡസ് വളരെ പുതിയൊരു സാധനമാണ്, ഇംപ്രസീവ് ആയിട്ടുള്ള, അതല്ല നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അർത്ഥത്തിലാണ്. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓർഡിനറി, മൈന്യൂട്ട്, ടൈനി, അൺഇംപ്രസീവ് അല്ലെങ്കിൽ ടിപ്പിക്കൽ. ഇത് സാധാരണ രീതിയിലുള്ള. ഓർഡിനറി അല്ലെങ്കിൽ ടിപ്പിക്കൽ, മൈന്യൂട്ട്, ടൈനി, അൺഇംപ്രസീവ് എന്നൊക്കെ സ്റ്റുപ്പൻഡസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാറുണ്ട്. ഓർത്ത് വെച്ചോളൂ. അടുത്ത മെറ്റൽ. മെറ്റൽ പറയുമ്പോൾ ഓർക്കണേ, മെറ്റൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള വാക്കാണ് നമ്മുടെ മെഡൽ. യെസ്, മെഡൽ, MEDDLE. മെഡൽ എന്ന വേർബ് യൂസേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെഡൽ. അപ്പം മെഡൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻ്റർവീൻ ചെയ്യുക അല്ലേ. ഒരു കാര്യത്തിൽ നമ്മൾ ഇൻ്റർവീൻ ചെയ്യുക, ഇടപെടുക, അതാണ് മെഡൽ ചെയ്യുക പറയാം. സോ മെഡൽ വേറെ, മെറ്റൽ വേറെ കേട്ടോ. മെഡൽ വേറെ, ഇൻ്റർവീൻ. ഓക്കെ, മെഡൽ വേറെ, മെറ്റൽ വേറെ. മെറ്റൽ ഇസ് എ നൗൺ. മെറ്റൽ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ആണ്, റെസിലിയൻസ് ആണ്. എന്ത് ഡിഫിക്കൽറ്റിയും തരണം ചെയ്യാൻ പറ്റുന്നുള്ള നമ്മുടെ ആ ഒരു അവസ്ഥയിൽ, ആ ഒരു ടെനസിറ്റി, ഫോർട്ടിറ്റ്യൂഡ്, ആ ഒരു സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ് അല്ലേ, സ്പിരിറ്റ് ആൻഡ് റെസിലിയൻസ്, അതിനാണ് നമ്മൾ എന്ത് പറയുക, മെറ്റൽ എന്ന് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കവർഡിസ്, ഭീരുത്വം.
timidity, പേടിയല്ല, ഒരു വീക്ക്നെസ്, ഐഡിൽനെസ്, ഇനാക്ഷൻ, അതിനൊക്കെ നമുക്ക് മെറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ആ ഒരു സ്പിരിറ്റ്, റെസിലിയൻസ്, ടെനസിറ്റി, ഫോർട്ടിറ്റ്യൂഡ്, അതിനാണ് മെറ്റൽ എന്ന നോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പോസിറ്റ് ആണ് കവർഡിസ്, ടിമിഡിറ്റി, വീക്ക്നെസ്, ഐഡിൽനെസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത സ്പ്രൈറ്റ്ലി. സ്പ്രൈറ്റ്ലി ശ്രദ്ധിച്ചോണേ, സ്പ്രൈറ്റ്ലി എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. എല്ലാ എൽവൈ വാക്കും ചാടി കയറിയിട്ട് അഡ്വേർബ് ആണെന്ന് വിചാരിക്കരുത്. കാര്യം സ്പ്രൈറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ സ്പ്രൈറ്റ്, പണ്ട് നമ്മൾ സ്പ്രൈറ്റ് എന്ന് പറയുന്ന ഒരു യൂസേജിൽ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വളരെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു അർത്ഥത്തിൽ സ്പ്രൈറ്റ് പറയുമായിരുന്നു കേട്ടോ. അതൊരു ഭയങ്കര ഒരു ആർക്കൈക് വേർഡാണ്, ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല, ഇറ്റ്സ് ആൻ ഒബ്സൊലീറ്റ് വേർഡ്. പണ്ട് അതിൻ്റെ അർത്ഥം വളരെ മൈൻഡ് ആയിട്ടുള്ള, എന്താ ഈ ലൈവ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലില്ലേ, മനസ്സ് എന്നർത്ഥത്തിൽ സ്പ്രൈറ്റ് പറയുമായിരുന്നു. മനസ്സ്, ആ ഒരു നമ്മൾ നിലവിലുള്ള അവസ്ഥ എന്നുള്ള അർത്ഥത്തിൽ സ്പ്രൈറ്റ് പറയുമായിരുന്നു. അതാണ്, ആ വാക്കിൽ നിന്നാണ് സ്പ്രൈറ്റ്ലി എന്ന അഡ്ജക്റ്റീവിലോട്ട് ഫോം ചെയ്തത്. അപ്പോൾ നൗണിൻ്റെ ഡെൽവായിട്ട് അഡ്ജക്റ്റീവ് വരും, അതാണ്. അപ്പോൾ സ്പ്രൈറ്റ്ലി എന്ന് പറഞ്ഞാൽ ലൈവ്ലി, ലിവ് അല്ലെ, ലൈവ്ലി. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, അതും അഡ്ജക്റ്റീവാണ്, ലൈവ്ലി. സ്പ്രൈ, എനർജറ്റിക്, ആക്റ്റീവ് എന്നൊക്കെയാണ് സ്പ്രൈറ്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, സ്പ്രൈറ്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം ഇതൊക്കെയാണ്: ലൈവ്ലി, സ്പ്രൈ, എനർജറ്റിക്, ആക്റ്റീവ് എന്നൊക്കെ പറയാം. ഭയങ്കര ജിൽ, അതാണ് സ്പ്രൈറ്റ്ലി. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് സ്ലഗിഷ്, വളരെ ഭയങ്കര ഇനാക്റ്റീവായിട്ട്, ഭയങ്കര ഐഡിയലായിട്ട്, ലെതാജിക് എന്നാണ്. ഐഡിലാണെന്ന് പറയില്ലേ, ഐഡിയൽ അല്ല, ഐഡിൽ നമ്മൾ പറയാറുണ്ട്. ഐഡിൽ, ഭയങ്കര ഐഡിയലായിട്ടൊരു അവസ്ഥ, അതായത് മടി പിടിച്ച് നമ്മൾ വെറുതെ ഇരിക്കില്ലേ, അതിനാണ് ഐഡിൽ എന്ന് പറയുക. സ്ലഗിഷ്, ഐഡിൽ, ലെതാജിക്, ഇനാക്റ്റീവ് എന്നൊക്കെ പറയും. സെയിം സാധനമാണ്, സെയിം മീനിങ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ, സ്പ്രൈറ്റ്ലിയുടെ ഓപ്പോസിറ്റ് വരും ഇതൊക്കെ, ഓർത്ത് വെച്ചോണേ. സോ ലെറ്റ് മീ സീ യുവർ സെന്റൻസസ്. ഇറ്റ് വാസ് ഓക്കെ. അത് പറഞ്ഞില്ലല്ലോ, എവിടെ വരെ എത്തിയത്? Many government proceedings are grueling due to the attitude of officers. Okay, ISR unfolded the plan to conduct Adda247 mission within the stipulated time period. Great. It was grueling experience for me to learn new languages in an expeditious manner. Great. Many secrets are unfolding in front of us these days. Okay, Swami Vivekananda was an adept in delivering stupendous speech before the audience. Okay. Chandrayaan 3 is one of the stupendous achievement. One of the stupendous achievement alla, one of the stupendous achievements. One of the when plural noun kodukande, achievements koduthe in the history of ISR. And that's a true one. But agapade verb inde usage, verb alla, grammatical usage correct ആക്കിയാൽ മതി. നീ പറഞ്ഞ സാധനമൊക്കെ സെറ്റ്. One of the greatest achievements കൊടുക്കണേ, മാർക്ക് വരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് ആണല്ലോ, വേർഡ്സ് സെറ്റ് ആണല്ലോ. നമുക്ക് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ്. നമുക്കപ്പോൾ അടുത്ത നമ്മുടെ ആർട്ടിക്കിളോട്ടോ, നേരെ നമ്മുടെ ആർട്ടിക്കിളോട്ടോ. വി നീഡ് ടു എസ്റ്റ്യൂ ദ ഒപ്പോസിറ്റി ഓഫ് ഗവൺമെന്റ് റൂളിംഗ്, സോ കോമൺ പീപ്പിൾ വിൽ ഗെറ്റ് എ സ്പേസ് ടു റിഡ്രസ് ദം ഫ്രം കറപ്ഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. corruption. The sprite investigation, sprightly investigation of the police is stupendous. എടാ സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ എന്നർത്ഥം അത് ആ വേർഡ് ഇല്ല ഇപ്പം. അത് ഞാൻ പറഞ്ഞില്ലേ, ആ വേർഡ് ഒബ്സൊലീറ്റ് ആയി നന്ദീശ, ആ വേർഡ് ഇപ്പം ഉപയോഗിക്കില്ല. സ്പ്രൈറ്റ് എന്ന് പറഞ്ഞാൽ മൈൻഡ് എന്ന അർത്ഥത്തിലാണ്. അത് പക്ഷെ ഉപയോഗിക്കില്ല ഇപ്പം. അതാ പറഞ്ഞത്, മൈൻഡ്ഫുൾ ആയിട്ടുള്ള അവസ്ഥ, ഇപ്പോഴത്തെ ലൈവ്ലി ആയിട്ടുള്ള അവസ്ഥ. അപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല, അതാണ് സ്പ്രൈറ്റ് എന്ന് പറയുന്നതിൻ്റെ സ്പ്രൈറ്റ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ സ്പ്രൈറ്റ്ലി വേണം, ഇവിടെ സ്പ്രൈറ്റ് കൊടുത്താൽ തെറ്റി. ദ സ്പ്രൈറ്റ്ലി ഇൻവെസ്റ്റിഗേഷൻ, ലൈവ്ലി ആക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ. അപ്പോൾ നമ്മുടെ IBPS POയുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ലൈവ് ബാച്ച് ആണ്, പ്രിലിംസ് ബാച്ച്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. ഇപ്പോൾ ക്ലർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി PO, അതിനുശേഷം നമുക്ക് SIB PO ക്ലർക്കൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച ഒരു പാറ്റേൺ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒറ്റ ഈ എക്സാമിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ ആ ഒരു സ്പീഡ് ആൻഡ് ആക്യുറസി വർക്കൗട്ട് ചെയ്ത് കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാൽ നിങ്ങൾക്ക് ജോലി കയറാം. അതേപോലെ തന്നെയാണ് ഓരോ എക്സാംസിൻ്റെയും സ്മാർട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. ഒരുപാട് അതും ഇതൊക്കെ പഠിച്ചു കൂടിയാൽ നമുക്ക് ശരിയാവത്തില്ല. അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട്, കോമൺ കാഡർ, നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതും ഇതുപോലെ ഒരു ഗവൺമെൻറ് എക്സാമാണ്. നല്ല ഹൈ സാലറി ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ IBPS POയുടെ 2320 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ AI ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ SSC സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലോട്ട് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. ഉഷാറായിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യം മറക്കണ്ട. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്ത് ഡിസ്കൗണ്ടോടുകൂടി തന്നെ ക്ലാസ്സിൽ കയറാം. ഓക്കെ, നമുക്ക് ഉഷാറായിട്ട് പഠിച്ച് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകാം. റെഗുലറായിട്ട് മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. പിന്നെ
ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ലൈവായിട്ട് ക്ലാസ് വരുമ്പോൾ ക്ലാസ് ഓരോ ടോപ്പിക്ക് പഠിച്ച് പോകണം. അപ്പോൾ തന്നെ പഠിച്ച് പോയി കഴിഞ്ഞാൽ ഡൗട്ടും ചോദിക്കണം. എന്നാലേ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഡൗട്ടൊക്കെ ചോദിച്ച് പോകുന്ന കുട്ടികളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാ സമയത്ത് ചുമ്മാ നമ്മൾ ഒന്നൊരു കോഴ്സ് എടുത്തേക്കാം, വേണമെന്ന് പഠിച്ചേക്കാം, ആർക്ക് വേണ്ടി ജോലി ചെയ്തേക്കാം, ആ ഒരു ഇതിലോട്ട് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ ഇത് പറഞ്ഞു ടീം വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് നിങ്ങൾ ഇട്ട് ഒരുമിച്ച് നമ്മളൊരു എഫേർട്ട് മസ്റ്റ് ബി കൺസേർട്ടഡ് എഫേർട്ട്. ആ ഒരു ടീം വർക്ക് ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒറ്റയ്ക്ക് മൂളിയാൽ സിംഫണി ആവില്ല അല്ലെ. ഇറ്റ് റിക്വയർസ് എൻ ഓർക്കസ്ട്ര. ഒരു ഓർക്കസ്ട്ര വേണം അതിനെ നമ്മൾ കൊണ്ടുവരാനായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മൂവിങ് ഓൺ ടു നമ്മുടെ ആർട്ടിക്കിൾ. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടുള്ളൂ കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളോട്ടോ. നമ്മുടെ ആർട്ടിക്കിൾ ഇതാണ്, ടോക്കിംഗ് അബൌട്ട് ടോക്കിംഗ്. കുറേ നാളെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ബൈലാറ്ററൽ ടോക്കിനെ പറ്റി. എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നരേന്ദ്രമോദി ആൻഡ് ഷീ ജിൻപിങ് നീഡ് ടു ഹാവ് സബ്സ്റ്റാൻറ്റീവ് കോൺവെർസേഷൻ ഓൺ ടൈസ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു മോഹൻലാൽ ആൻഡ് ശിവകുമാറിനെ പറ്റി പറയുമ്പോൾ രണ്ട് പേരെ പറ്റി പറയുന്നത്. അപ്പോൾ പ്ലൂറൽ വേർബ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. സെയിം വേ നോക്കി ഇവിടെ നിങ്ങൾക്ക് പ്ലൂറൽ വേർബ് കൊടുത്ത് കാണാൻ പറ്റും. ദാ നരേന്ദ്രമോദി ആൻഡ് ഷീ ജിൻപിങ് വേർബ് കൊടുത്തേക്കുന്നത് പ്ലൂറൽ വേർബ് അല്ലേ. ദാ നീഡ് ടു ഹാവ് സബ്സ്റ്റാൻറ്റീവ് കോൺവെർസേഷൻസ് ഓൺ ടൈസ്. ഓക്കെ. ഇന്ത്യ ആൻഡ് ചൈന ഹാവ് വൺസ് അഗൈൻ കം അവേ ഒരിക്കൽ കൂടി സെപ്പറേറ്റഡ് ആയി. അഗെയിൻ ഹാവ് വൺസ് അഗൈൻ ബീൻ സെപ്പറേറ്റഡ്. അപ്പോൾ V3 വരണോണ്ട്. സെപ്പറേറ്റഡ്, ബീൻ സെപ്പറേറ്റഡ് ഫ്രം ദ ടോക്സ് വിത്ത് സ്റ്റാർക്ലി ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ദെയർ ടൈസ്. ഭയങ്കര ഡിഫറെൻറ്റ് വ്യൂസാണ് ഇന്ത്യക്കും ചൈനയ്ക്കും, നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പലതവണ അവരെ ഒരുമിപ്പിക്കാൻ നോക്കിയിട്ട് ഒരിക്കലും നടക്കാത്തൊരു കേസാണ്. എത്ര നമ്മൾ ഇന്ത്യ ചൈന ഒരുമിപ്പിക്കാൻ നോക്കിയാൽ അവർ സെപ്പറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ദ ഓൺലി ടോക്കിംഗ് പോയിന്റ് ഫ്രം വീക്സ് ബ്രീഫ് കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ആൻഡ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഓൺ ദ സൈലൻസ് ഓഫ് ദ ബ്രിക്സ് സമ്മിറ്റ് റിവോൾട്ട് അറൌണ്ട് നോട്ട് വാട്ട് വാസ് സെഡ് ബിറ്റ്വീൻ ദം. എന്താണ് അവർ തമ്മിൽ പറയാത്തത് എന്നാണ് ബ്രിക്സ് സമ്മിറ്റിന്റെ സമയത്ത് നമ്മൾ മൊത്തത്തിൽ ലോകം മൊത്തത്തിൽ നോക്കി കാണുന്ന ഒരു കാര്യം വെച്ചാൽ ബ്രിക്സ് സമ്മിറ്റിൽ അവരെന്ത് പറഞ്ഞു എന്നതിൽ പ്രസക്തിയില്ല. കാര്യം അവരെന്ത് പറയുന്നു എന്നുള്ള പ്രസക്തിയില്ല വെച്ചാൽ അവർ പറയാറില്ല ഒന്നും. ആകെപ്പാടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് അവർ പറയാതിരുന്നത് എന്നാണ് റിവോൾവ് ചെയ്യുന്നത്. അതിൽ ചുറ്റിപ്പറ്റിയായിരിക്കും കാര്യങ്ങൾ എപ്പോഴും ചർച്ച നടക്കുന്നത്. അതായത് നോട്ട് വാട്ട് വാസ് സെഡ് ബിറ്റ്വീൻ ദം, എന്താണ് അവർ തമ്മിൽ സംസാരിക്കാതിരുന്നത് എന്നുള്ളതിലാണ് എപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുക. വിച്ച് റിമെയിൻസ് ലാർജ്ലി എ മിസ്റ്ററി ഈസ് എ വേ ഓഫ് ഇൻഫോർമൽ കോൺവെർസേഷൻ. ഇൻഫോർമൽ കോൺവെർസേഷൻ നടക്കുന്ന രീതിയിൽ അത് പോകുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞൊരു മിസ്റ്ററി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ബട്ട് ഹൗ ഇറ്റ് വാസ് സെഡ്, അപ്പോൾ ഇത് എന്താണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നതല്ല, എങ്ങനെ ഇത് പറഞ്ഞു ഒപ്പിക്കുന്നു എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവർ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് ചർച്ച എപ്പോഴും വരിക. ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ നോക്കി കാണുമ്പോൾ എന്താണ് ആ സമയത്ത് അവർ സംസാരിക്കാത്തത്, എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല, ഇതിനെപ്പറ്റി പറഞ്ഞില്ല, അതിനെപ്പറ്റി പറഞ്ഞില്ല, അങ്ങനെ ഒരു ചർച്ചയാണ് എപ്പോഴും വരുന്നത് കേട്ടോ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് MEA released no statement on talks through Foreign Secretary Vinay Quatra told reporters on August 24 that both had underlined the maintenance of peace and tranquility in the border areas and observing respecting LAC. അപ്പോൾ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 24 മീഡിയയോട് റിപ്പോർട്ടേഴ്സിനോട് നമ്മുടെ ഫോറിൻ സെക്രട്ടറി ആരാ ചോദിച്ചാൽ ഓർത്തോണം കേട്ടോ. നമ്മുടെ ഫോറിൻ സെക്രട്ടറി ആരാ? വിനയ് ക്വാട്ര. ഓക്കെ, വിനയ് ക്വാട്ര നമ്മുടെ ഫോറിൻ സെക്രട്ടറി. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടോട്ട് പറഞ്ഞു, നമ്മുടെ റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ നമ്മുടെ രണ്ട് രാജ്യത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ രണ്ട് രാജ്യം അണ്ടർലൈൻ ചെയ്യുന്ന ഒരു കാര്യം, മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യം വെച്ചാൽ മെയിൻ്റനൻസ് ഓഫ് പീസ് ആൻഡ് ട്രാങ്കുലിറ്റി, സമാധാനപരമായി പോകുക എന്നാണ് രണ്ട് രാജ്യങ്ങളുടെയും ഒരു താല്പര്യം. And the respecting LAC are essential for the normalization of India-China relation. India-China relationship നോർമലൈസേഷൻ ആയിട്ട് പോകണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമാണ്, നമ്മൾ തമ്മിൽ പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ. ഒന്നാമത് ലാക്ക് ക്രൈസിസിനെ ആ ലാക്ക് റെസ്പെക്ട് ചെയ്യാം. കൂടാതെ വളരെ പീസ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വളരെ പീസ് ആൻഡ് ട്രാങ്കുലിറ്റി ഒക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കണത്. So, he added that they had decided to direct their relevant officials to intensify efforts at expeditious disengagement and deceleration. അപ്പോൾ ഇയാൾ ഒരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഇവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇത് ഡയറക്റ്റ് ചെയ്യുന്നു, ഈ റെലവൻറ്റ് ഓഫീസേഴ്സിനെ ഡയറക്റ്റ് ചെയ്തിട്ട് എഫേർട്സ് ഇൻറ്റൻസിഫൈ ചെയ്യുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് എക്സ്പെഡീഷ്യസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക മാറ്റാനുള്ള ഡിസെൻഗേജ്മെൻറ്റിലോട്ട് ഡിസെലറേഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയൊരു എഫേർട്സ് ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ളൊരു കാര്യം കൂടെ നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ റിപ്പോർട്ടേഴ്സിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. A Chinese foreign ministry statement made no such mention, saying that
അപ്പോൾ അതേ സമയത്ത് അവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഇത് പറയുന്ന സമയത്ത് അവിടെ ചൈനീസ് ഫോറിൻ മിനിസ്ട്രി പറഞ്ഞ ഇത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി അവർ മെൻഷൻ ചെയ്തു പോലും ഇല്ല. അവർ പറയുന്നതാണ് മിസ്റ്റർ ഷീ ഹാഡ് സെഡ് ബോത്ത് സൈഡ് ഷുഡ് ബെയർ ഇൻ മൈൻഡ് ഓവറോൾ ഇൻട്രസ്റ്റ് ഓഫ് ടൈസൺ ഹാൻഡിൽ പ്രോപ്പർലി ദ ബോർഡർ ഇഷ്യൂ. അവർ പറയുന്നതാണ് ഷീ ജിൻപിങ് പറഞ്ഞ ഇത്ര കാര്യമുള്ളൂ. നമ്മൾ എന്താണ് മനസ്സിൽ ഉണ്ടാവേണ്ടത്, നമ്മൾ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓവറോൾ ഇൻട്രസ്റ്റ്, എല്ലാവരുടെ ഓവറോൾ ഇൻട്രസ്റ്റിനെ മുഖവരിക്ക് എടുക്കണം. മാത്രമല്ല ടൈസ് തമ്മിലുള്ള ഓവറോൾ ഇൻട്രസ്റ്റിനെ മുഖവരിക്ക് എടുക്കുക. അത് ഒരു സൈഡ് മാത്രം കേട്ടപ്പോൾ രണ്ട് സൈഡ് കേൾക്കണമെന്നും അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി ഹാൻഡിൽ പ്രോപ്പർലി, ബോർഡർ ഇഷ്യൂവിനെ വളരെ പ്രോപ്പറായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം എന്നും. ടൈസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബോർഡർ ഇഷ്യൂസിൻ്റെ കാര്യത്തിലും കുറച്ചൊരു എന്താ പറയുക ഒരു സീരിയസ്നെസ് കാണിക്കണം എന്ന രീതിയിലാണ് ഇവിടെ ഷീ ജിൻപിങ് പറഞ്ഞതെന്നാണ് ചൈനീസ് ഫോറിൻ മിനിസ്ട്രി നമ്മൾ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. Chinese statement also said that they had spoken at India's request, prompting official sources in New Delhi to reporters that it was China that had requested a more structured bilateral meeting, which India had turned down. അപ്പോൾ ഇവർ ചൈനീസ് സ്റ്റേറ്റ്മെന്റ് അടുത്ത് പറഞ്ഞാൽ ഇന്ത്യയുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഒഫീഷ്യൽ സോഴ്സിനെ പ്രോംപ്റ്റ് ചെയ്തത്, ന്യൂഡൽഹി പ്രോംപ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ടേഴ്സ് സംസാരിച്ചതൊക്കെ ചൈനയാണ് എന്ത് ചെയ്തത്, കൂടുതലായിട്ട് ബൈലാറ്ററൽ ടോക്കിംഗ്, ഒരു സ്ട്രക്ചർഡ് ബൈലാറ്ററൽ മീറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യ അത് ടേൺ ഡൗൺ ചെയ്തു എന്ന രീതിയിലാണ് അവിടെ അത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. എന്നാണ് ഇപ്പോഴത്തെ ചൈന ഇന്ത്യയുടെ ഒരു അവസ്ഥ. ഇപ്പോൾ ഇതാണ്. ഇനി നമ്മൾ വാട്ട് ആർ വി ലുക്കിംഗ് ഫോർവേഡ് ടു, നമ്മൾ എന്താ ഇനി മുന്നോട്ട് കാണുന്നത് വെച്ചാൽ അടുത്ത പാരഗ്രാഫിൽ പറയാം. ദ എക്സ്ചേഞ്ച് ഇൻ സൗത്ത് ആഫ്രിക്ക വാസ് ഓൺലി ദ സെക്കൻഡ് നോൺ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ലീഡേഴ്സ് സിൻസ് ദ സ്റ്റാർട്ട് ഓഫ് ലാ ക്രൈസിസ്. നമുക്കറിയാം ഇതിപ്പോൾ സൗത്ത് ആഫ്രിക്ക നടന്ന ഈ ഒരു ഇവന്റിന് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ആ ഒരു എക്സ്ചേഞ്ചിനെ പറ്റിയ കാര്യം ഇതിനു മുമ്പ് നടന്ന ബാലിയിലാണ് 2020. ആ സമയത്തും നമ്മൾ പറഞ്ഞു ഇന്ത്യ 2022 അല്ലെ 22 2022 ഓക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇതിപ്പോൾ സൗത്ത് ആഫ്രിക്ക നടന്ന സമയത്ത് ഇവിടെ എക്സ്ചേഞ്ചിനെ പറ്റി പ്ലസൻട്രീനെ പറ്റി പറയുന്നുണ്ട്. കാരണം വെച്ചാൽ അവിടെ രണ്ടും പറയണമല്ലോ, എല്ലാവരും ഉള്ളപ്പോൾ ഒന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചൊരു പ്ലസൻട്രി കൊടുത്തു എന്നല്ലാതെ രണ്ടുപേരും തമ്മിൽ നല്ല രണ്ട് ചേരിയില്ല നിൽക്കുന്നത് ചൈന ആൻഡ് ഇന്ത്യ. അത് കൃത്യമായിട്ട് എവിഡൻ്റ് ആണ് ഫ്രം ദർ അപ്രോച്ച്. അത് നമുക്ക് കറക്റ്റായിട്ട് എവിഡൻ്റ് ആണ്. ലാ ക്രൈസിസ് 2020 സംഭവിച്ചത്. ആ സമയത്തും മുതൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ലൊരു ബന്ധത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ എവിഡൻ്റ് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. So it took the MEA as long as 8 months to acknowledge they had discussed the border in a conversation initially described as pleasantries exchanged at G20 in Bali November 2022. അപ്പോൾ 8 മാസം എടുത്തു ശരിക്കും ഈ MEA ഒന്ന് അക്നോളജ് ചെയ്യാൻ, ഒന്ന് തുറന്നു പറയാൻ. അതായത് ബോർഡർ കോൺവെർസേഷൻ ഞങ്ങൾ സംസാരിച്ചു, അല്ലെങ്കിൽ ഇനിഷ്യലി ഡിസ്ക്രൈബ് ചെയ്തു. പ്ലസൻട്രീസ് ഞങ്ങൾ G20 സമയത്ത്, ബാലി G20 സമയത്ത് ജസ്റ്റ് ഒരു കോൺവെർസേഷൻ പോലെ അല്ലെങ്കിൽ പ്ലസൻട്രി കൈമാറി എന്ന രീതിയിൽ അവരൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ, അക്നോളജ് ചെയ്യാൻ, ഒന്ന് തുറന്നു പറയാൻ എത്ര നാളെടുത്തു? 8 മാസം എടുത്തു. India had, at the G20 as well, reportedly made clear it was not willing for a more structured sit-down exchange. Although, as videos showed, it was Mr. Modi who finally initiated the conversation with Mr. Xi. അപ്പോൾ പറഞ്ഞിട്ടാണ് 8 മാസം എടുത്തു ഒന്ന് കുറ്റസമ്മതം നടത്താനെന്നാണ് പറയുന്നത്. മാത്രമല്ല G20 വരുമ്പോഴും നമ്മൾ ബാലിയുടെ G20 2022 സമയത്ത് ആണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റ് ഡൗൺ എക്സ്ചേഞ്ചിനൊന്നും ഇവർ റെഡിയല്ല. പക്ഷെ വീഡിയോ സജസ്റ്റ് ചെയ്തനുസരിച്ച്, വീഡിയോയിൽ നമ്മൾ കാണുന്ന അനുസരിച്ച് മോദിജിയാണ് മുന്നോട്ട് പോയി മുൻകൈ എടുത്ത് സംസാരിക്കുക, കോൺവെർസേഷൻ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ എടുത്തത് മോദിജിയാണ്, ഷീ അല്ല. If the Modi government is concerned that speaking formally with Mr. Xi would expose it to opposition criticism over China or dilute its messaging on abnormal ties, the argument that a dialogue is some sort of concession or a victory for Beijing is not a serious one. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒപ്പോസിഷൻ പാർട്ടി ക്രിട്ടിസൈസ് ചെയ്യുമോ, ഒപ്പോസിഷൻ പാർട്ടി ക്രിറ്റിസിസം പേടിച്ചിട്ട് ആയിരിക്കാം, മേ ബി അവർ കൺസേൺഡ് ആയിരിക്കും, അതുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഫോർമലി സംസാരിക്കുമ്പോൾ ഇപ്പോൾ മോദി ഗവൺമെൻറ്റിന് അതായിരിക്കും ഒരു പേടി, ഭീഷണി അതായിരിക്കാം. ഇപ്പോൾ ചൈനയായിട്ട് സംസാരിക്കുമ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്തു പോകുമെന്നോ അല്ലെങ്കിൽ കോൺവെർസേഷൻ എങ്ങനെയാണ് ഒപ്പോസിഷൻ പാർട്ടി എടുക്കുന്നതെന്നോ ഒക്കെ ചിന്തിച്ചിട്ടായിരിക്കാം. മേ ബി ദാറ്റ് ഈസ് എ സീരിയസ് കൺസേൺ ആയിട്ടായിരിക്കും അവർ കരുതുന്നത്. വാട്ട് മാറ്റേഴ്സ് മോർ ഇസ്, പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം അല്ലേ. വാട്ട് മാറ്റേഴ്സ് മോർ ഇസ് what is said in the dialogue. എന്താണ് അവിടെ പറഞ്ഞത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, എന്ത് നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. In fact, a structured dialogue at the upcoming G20 in New Delhi. നമുക്കറിയാം ഇനി നമ്മൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് വെച്ചാൽ G20 സമ്മിറ്റ് നടക്കുന്നത് ഇന്ത്യയിലാണ്. ബാലിയിൽ 2022 നവംബർ നടന്നത്. ഇനി നടക്കാൻ പോകുന്ന ഈ വർഷം 2020 നടക്കാൻ പോകുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയാണ്. G20 നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ എല്ലാ ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. വിച്ച് മിസ്റ്റർ ഷീ ഈസ് എക്സ്പെക്റ്റഡ് ടു arrive. അല്ലെ, പുള്ളി എന്തായാലും ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അറ്റൻഡ് ചെയ്യും. വിച്ച് വുഡ് ഗിവ് ദ പ്രൈം മിനിസ്റ്റർ ദ ഓപ്പർച്യൂണിറ്റി ടു ഫേംലി അണ്ടർലൈൻ. അപ്പോൾ അവിടെ നമുക്ക് പ്രൈം മിനിസ്റ്ററിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ടു ഫേംലി അണ്ടർലൈൻ ഇന്ത്യ സ്റ്റാൻഡ്. അവിടെ കൃത്യമായിട്ട് പറയാം ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ത് എന്ന് കൃത്യമായിട്ട്
പറയാൻ അണ്ടർലൈൻ ചെയ്യാനുള്ളൊരു അവസരം ഈ പറയുന്ന G20 സമ്മിറ്റ് സമയത്തുണ്ട്. അപ്പോൾ മോദിജിക്ക് അത് തുറന്നു പറഞ്ഞ് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്താം, ഞങ്ങളുടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇതാണ് എന്ന് പറയാം. In the clearest terms, at the highest level, that relations are predicted on peace and the future on the relationship hinges on China restoring the status quo and India's patrolling rights along the borders. അപ്പോൾ ഇത് നമ്മൾ തുറന്നു പറഞ്ഞ് സംസാരിക്കേണ്ട കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് അറിയാം നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു, പീസ് പ്രതീക്ഷിക്കുന്നു. ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് എന്തൊരു ബേസിസിലായിരിക്കും, ചൈനയുടെ സ്റ്റേറ്റസ് കോ എന്താ റീസ്റ്റോർ ചെയ്യുന്നതും അതുപോലെ ഇന്ത്യയുടെ പെട്രോളിംഗ് റൈറ്റ്സ് തിരിച്ചു തരണം അല്ലേ. നമ്മുടെ ബോർഡർ അലോങ് ദ ബോർഡേഴ്സിൽ നമ്മുടെ പെട്രോളിംഗ് റൈറ്റ്സ് എടുത്ത് മാറ്റിയവർ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ബോർഡേഴ്സ് ഇതിൽ നമ്മൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരെ പിടിച്ച് തടവിലാക്കാണ് ചൈന ചെയ്യുന്നത്. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് ഇനി ഇന്ത്യയുടെ പെട്രോളിംഗ് റൈറ്റ് കൊണ്ടുവരണം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറയണം, നേരിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പറയണം. അതുപോലെ ചൈനയുടെ സ്റ്റേറ്റസ് കോ റിസ്റ്റോർ ചെയ്യുന്നതും കൂടി ആയിരിക്കണം ഇത്തവണത്തെ സംസാരത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ക്ലിയർ ആക്കേണ്ട ഒരു കാര്യമാണ്. The only ostensible reason for India's reluctance appears to be the government's unfortunate prioritization of political optics. പ്രശ്നം എന്താ വെച്ചാൽ over public interest in the dealing with China, which has also led to continuing opacity of what is currently unfolding along the border. ഈ ബോർഡറിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് തുറന്നു പറയണില്ല. സംഭവത്തെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നമുക്കുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ പ്രോബ്ലം ഈസ് ഒപ്പേസിറ്റിയാണ്. ഒപ്പേസിറ്റിക്ക് ഇതാണ്, ഒരു സുതാര്യത ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല, ഭയങ്കര ഒരു ഒബ്സ്ക്യൂരിറ്റിയാണ് ഇവിടെ നടക്കുന്നത്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു നിഗൂഢത. ആൻഡ് ഇവിടെ പ്രശ്നം ഈസ് പൊളിറ്റിക്സ് കൊണ്ടുവരാണ്. പൊളിറ്റിക്കൽ ചായ്വിനെ പറ്റി ചിന്തിക്കുകയാണ്. പൊളിറ്റിക്കൽ ഒപ്റ്റിക്കിലൂടെ എടുക്കരുത്. ഡോണ്ട് ടേക്ക് പൊളിറ്റിക്കൽ ഒപ്റ്റിക്സ് ഇതിൽ. കാര്യം നമുക്കിവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്താ, പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് അല്ലെ. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്നാണ് ചിന്തിക്കുക. അവിടെ അതിന് ദാറ്റ് മസ്റ്റ് ബി അല്ലെ, ദാറ്റ് മസ്റ്റ് കട്ട് അക്രോസ് ദി റിലിജൻ പൊളിറ്റിക്സ് എല്ലാം. പൊളിറ്റിക്സും പൊളിറ്റിക്കൽ അജണ്ടയും അതുപോലെ തന്നെ റിലിജനും ആയിക്കോട്ടെ, എന്തും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും മറികടന്നാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അതായിരിക്കണം പ്രയോറിറ്റൈസേഷൻ. പക്ഷെ ഇവിടുത്തെ പ്രയോറിറ്റി കൊടുക്കുന്ന പൊളിറ്റിക്കൽ ഒപ്റ്റിക്സിനാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് എന്താ പറയുക, വളരെ ഇപ്പം നമുക്ക് പുറമേ കാണുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അതാണ് ഒസ്റ്റൻസിബിൾ ആയിട്ട് റീസൺ. ഔട്ട്വേർഡ് റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇന്ത്യയുടെ റിലക്റ്റൻസ് ഇത്രേ ഉള്ളൂ, പൊളിറ്റിക്കൽ ഒപ്റ്റിക്സ് ആണ്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അൺഫോൾഡ് ചെയ്തേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചേക്കാണ്. ഇറ്റ്സ് എൻ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ. ഇതൊരു അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്ക് എന്താകും ഇത്തവണ G20 സമ്മിറ്റിൻ്റെ സമയത്ത് ഇന്ത്യ ചൈനയുടെ കാര്യങ്ങളെന്നും അത് കറക്റ്റായിട്ട് സ്റ്റാൻഡ് തുറന്നു പറയൂ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. സോ ദാറ്റ്സ് വാട്ട് ആർട്ടിക്കിൾ ഇസ് ഓൾ അബൌട്ട്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. Okay, clear. Don't destroy metal of the police, Kerala CM. Okay. This Mr. Xi Jinping always shows an opacity and reluctance to unfold what he kept under his wraps. Great. Taking stupendous decisions is a piece of cake, but sprightly sticks on it is difficult thing. Sprightly sticks on it ഇല്ല, സ്റ്റിക്കിംഗ് ഓൺ ഇറ്റ് എന്ന് പറയണം. ബട്ട് സ്റ്റിക്കിംഗ് ഓൺ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അവിടെ ഒരു പ്രശ്നമുണ്ട്. സ്പ്രൈറ്റ്ലി സ്റ്റിക്കിംഗ് ഓൺ ഇറ്റ് ഒരു പ്രശ്നമാണ്. കാര്യം വെച്ചാൽ അഡ്ജക്റ്റീവ് ആണ് നമ്മൾ അവിടെ. സ്പ്രൈറ്റ്ലിൻ്റെ ആവശ്യമില്ല. സ്പ്രൈറ്റ്ലി വന്നാൽ തെറ്റ് ശബരി. മാത്രമല്ല സ്റ്റിക്കിംഗ് ഓൺ ഇറ്റ് കൊടുക്കണം, ജെറണ്ട് കൊടുക്കണം അവിടെ. കാര്യം നമ്മൾ കമ്പയർ ചെയ്യുമല്ലേ, അതാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പയർ അല്ല, കോൺട്രാസ്റ്റ് ചെയ്യല്ലേ. അതുകൊണ്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ്റെ കൂടെ എപ്പോഴും നമ്മൾ സിമിലർ ആയിട്ട് സാധനം പറയാം, നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഹി വാസ് ലേറ്റർ ബാർഡ് ഫ്രം പാർലമെന്റ് ഓവർ അലിഗേഷൻസ് അഗൈൻസ്റ്റ് ഹൈഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഷെയർസ് ഇൻ എ നൗ ഡിഫെങ്ഡ് മീഡിയ കമ്പനി. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എന്താണ് എറർ നോക്കുക. വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു എററാണ്. വളരെ കോമൺ ആയിട്ട് വരുന്ന എററാണ്. ഇതൊന്ന് നോക്കി പറഞ്ഞേ. എന്താന്നൊരു ഐഡിയ? എനിബോഡി? ആർക്കെങ്കിലും? നോക്കിയേ, നമുക്കേ ഈ വാക്ക് ഓർത്തിരിക്കാം കേട്ടോ. അലിഗേഷൻ എന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അലിഗേഷൻ്റെ കൂടെ നമുക്ക് രണ്ട് പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഒന്ന് അലിഗേഷൻ എഗൻസ്റ്റ്. അലിഗേഷൻ എഗൻസ്റ്റ് പറഞ്ഞ എ പേഴ്സൺ,
allegations against something, allegation against someone, something അല്ല somebody, ആരെയും എതിരെയുള്ള അലിഗേഷൻ, ഗവൺമെന്റിനെതിരെയുള്ള അലിഗേഷൻ, അല്ലെങ്കിൽ ഇന്ന ആൾക്കുള്ള CM-നെതിരെ അലിഗേഷൻ, അങ്ങനെ പറയാം. അലിഗേഷൻ ഇതിന്റെ അലിഗേഷൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അലിഗേഷൻ, ഇന്ന കുറ്റം അലിഗേഷൻ ഒരാളുടെ മേലിൽ ചുമത്തുക എന്ന് പറയും, അഗൈൻസ്റ്റ് സംബഡി പറയും. അതേപോലെ അലിഗേഷൻ ഓഫ് സംതിങ് എന്ന് പറയും. ഇവിടെ ഹൈഡിങ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്, ദാറ്റ് ഇസ് സംതിങ് ആണ്. അവിടെ ഒരു സംതിങ്, ഒരു ആളെ പറ്റിയല്ല പറയുന്നത്. അപ്പോൾ ഒരാൾക്കെതിരെയുള്ള അലിഗേഷൻ അല്ല ഇവിടെ. ഓവർ ദ അലിഗേഷൻസ് അല്ല, ഓഫ് ദ അലിഗേഷൻസ്, ഓവർ അല്ല, ഓഫ് ദ അലിഗേഷൻസ്. ഹി വാസ് ലേറ്റർ ബാർഡ് ഫ്രം പാർലമെന്റ് ഓവർ അലിഗേഷൻസ് ഓഫ്, ഏത് അലിഗേഷൻ, എന്ത് അലിഗേഷൻസാ? Allegations of hiding details. And the allegations are allegations of details of his shares in a new defunct media company. ഇതാണ് കറക്റ്റ് കേട്ടോ. അപ്പോൾ അലിഗേഷൻ്റെ കൂടെ അഗൈൻസ്റ്റ് സംബഡി പറയാം, ആർക്കെതിരെ എതിരെയുള്ള അലിഗേഷൻ എന്ന് പറയാം. അതുപോലെ ഇന്ന അലിഗേഷൻ ഓഫ്, എന്ന അലിഗേഷനാ? അലിഗേഷൻ ഓഫ് മീഡിയ റൈറ്റ്സ്, അലിഗേഷൻ ഓഫ് ഹൈഡിങ് ഡീറ്റെയിൽസ്, അലിഗേഷൻ ഓഫ് ഇന്ന കാര്യം എന്നൊക്കെ പറയില്ലേ, അലിഗേഷൻ ഓഫ് സ്പ്രെഡിങ്, എന്താണ് പറയുന്നത്, ഫേക്ക് ന്യൂസ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളെ. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Among women, reigning campaign Iga Swiatek is the main draw card despite of a not so encouraging build-up. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ എനിക്ക് കമൻറ്റ് സെക്ഷൻ തരാം. ഇന്ന് നാളെ ഓണാണ്, അപ്പോൾ നാളെ നമ്മൾ ഉണ്ടാവില്ല, മറ്റന്നാൾ. നാളെ ഓണത്തിന് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് ഫുള്ളി അതിലോട്ടായിക്കോളൂ. നമുക്ക് നാളെ ഒരു ബ്രേക്ക് എടുക്കാം. ആൻഡ് ആഫ്റ്റർ ദ ഷോർട്ട് ബ്രേക്ക് നമ്മൾ ബുധനാഴ്ച കണ്ടുമുട്ടാം. ഓക്കെ, അപ്പോൾ 30-ാം തീയതി നമുക്ക് കണ്ടുമുട്ടാം. അപ്പം അതുവരെ ടേക്ക് എ ബ്രേക്ക് ആൻഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പം ആൻസർ അപ്പോഴേക്കും കോമൻറ്റ് സെക്ഷനാണ് മറക്കണ്ട. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ് രണ്ട് ടെലിഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. കണ്ടുകൊണ്ടേയിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും, അതിൽ കോമൻറ്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലും പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇന്ന് വൈകിട്ട് ഫയർമാൻ്റെ ഒരു ജനറിക് സെഷനുമായിട്ട്, ഞാൻ ഫയർമാൻ്റെ ആനുകൂല്യങ്ങൾ, ശമ്പളം, കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു സെഷനുമായിട്ട് വരുന്നുണ്ട് വൈകിട്ട് 7:20. അപ്പോൾ അവിടെ കാണാം. അതുപോലെ 8 മണിക്ക് ബാങ്ക് എക്സാമിനുകൾക്ക് വേണ്ടി മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബാങ്കിങ് ചാനൽ വരുന്നുണ്ട്. അപ്പോൾ ബാങ്കേഴ്സ് Adda247 മലയാളവും അതുപോലെ തന്നെ Adda247 മലയാളത്തിലും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാൻ മറക്കണ്ട. താങ്ക് യു, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ. അപ്പോൾ ആഫ്റ്റർ ബ്രേക്ക് നമ്മൾ ബുധനാഴ്ച കണ്ടുവെത്താം. ഓക്കെ, അപ്പോൾ ഹാപ്പി ഓണം വൺസ് അഗൈൻ. എല്ലാവർക്കും ഒരു എന്താ പറയുക, ഹൃദയം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞൊരു ഓണാശംസകൾ. ബൈ.